عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തർബിയത്തും ഇസ്ലാഹും സംബന്ധിച്ച നമ്മുടെ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. വളാഞ്ചേരിയിൽ നടക്കുന്നത് രണ്ടാമത്തെ ക്ലാസ് ആണെങ്കിലും വളാഞ്ചേരിയിൽ ഒന്നാമത്തെ ക്ലാസിന്റെ ബാക്കി നമ്മൾ ഫറോക്കിൽ വെച്ച് ഇതിന്റെ ഒരു ഭാഗം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അൽ ഇസ്ബാഹ് ഫി ബയാനി മൻഹജി സലഫ് ഫി തർബിയത്തി വൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ സാലിഹിൽ ഉബൈലാൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥം സൗദിയിലെ ഉന്നത പണ്ഡിത സമിതിയിലെ പ്രമുഖ അംഗമായ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹമാണ് ഇത് പരിശോധിച്ച് ഇതിന് അടിക്കുറിപ്പുകൾ എഴുതി ധന്യമാക്കിയിട്ടുള്ളത്. 54ഓളം കായിദകൾ തർബിയത്തിലും ഇസ്ലാഹിലും സലഫുകൾ സ്വീകരിച്ച രീതികൾ വിവരിക്കുന്ന 54 അടിസ്ഥാന തത്വങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. അതിൽ 7ഓളം കായിദകൾ അന്ന് വളാഞ്ചേരിയിൽ നമ്മൾ ക്ലാസ് എടുത്തു. അതിനുശേഷം 5 കായിദകളാണ് കഴിഞ്ഞ ഫറോക്കിലെ ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ ആദ്യമായി കേൾക്കുന്നവർ ആ 2 ക്ലാസ്സുകളും കേൾക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പുസ്തകത്തിന്റെ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില സംഗതികൾ മുഖവുരയായി ഓർമ്മപ്പെടുത്തണം എന്നെനിക്ക് തോന്നുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലോക മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് അറബ് മുസ്ലിങ്ങൾ കടുത്ത പരീക്ഷണത്തിന്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ കഷ്ടപ്പാടും ത്യാഗങ്ങളും സഹിച്ച് വളരെയേറെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സിറിയയിലായാലും ലിബിയയിലായാലും ഇറാഖിലായാലും ഈജിപ്തിലായാലും ഫലസ്തീനിലായാലും ഒക്കെ ഒരുപാട് മുസ്ലിം ആൾ കൊല്ലപ്പെടുകയും അംഗവിഹീനരാവുകയും കിടപ്പാടം നഷ്ടപ്പെട്ട് സാമ്പത്തികമായ കഷ്ടപ്പാട് സഹിച്ച് വിശപ്പ് സഹിച്ച് ഒരുപാട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെപ്പോലെയുള്ള ഈ ഇത്തരമൊരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളുടെ കണ്ണുനീർ അവസാനിപ്പിക്കാൻ, അവരെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാൻ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. പ്രശ്നങ്ങളുടെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാവട്ടെ, പ്രയാസം അനുഭവിക്കുന്നത് പലപ്പോഴും നിരപരാധികളായ മുസ്ലിങ്ങളാണ്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അബലകളും ചബലകളും എന്ന് പറയുന്ന അശരണരായിട്ടുള്ള ആളുകളാണ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയും അവരുടെ പ്രയാസങ്ങൾ അവരെ മോചിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫലസ്തീനിൽ ഗസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്ക് വിധേയമായി 2000ഓളം ആളാണ് മരിച്ചതെങ്കിൽ സിറിയയിൽ ഇതിനകം ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് മരിച്ചിട്ടുള്ളത്. അവർ ഔദ്യോഗിക കണക്ക് 3-4 മാസം മുമ്പുള്ള ഔദ്യോഗിക കണക്കനുസരിച്ചു തന്നെ 10 ലക്ഷത്തോളം എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആളുകൾ മരിച്ചിട്ടുണ്ട്. 2.5 മില്യൺ ആളുകൾ, 25 ലക്ഷത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട്. അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അത്തരം വലിയ ഒരു ദുരന്തം അത് സിറിയയിൽ നടന്നാണ്. അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഉണ്ടാവും? എത്ര ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടാവും? എത്ര പെണ്ണുങ്ങൾ വിധവകളായിട്ടുണ്ടാകും? എത്ര കുട്ടികൾ യതീമുകളായിട്ടുണ്ടാകും? ലിബിയയിൽ സംഭവിച്ച അതാണ്.
ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനെന്ന പേരിൽ, നല്ല ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കാനെന്ന പേരിൽ ജിഹാദി ഗ്രൂപ്പുകൾ ആഹ്വാനം ചെയ്ത വിപ്ലവങ്ങൾ അത് അവസാനിച്ചത് തികഞ്ഞ അരാജകത്വത്തിലാണ് എന്നതാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഒരു വ്യക്തമായ നേതൃത്വമോ ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഇമാമോ ഇല്ലാതെ ജിഹാദിനിറങ്ങിയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതിന്റെ വ്യത്യസ്തങ്ങളായ സമീപന രീതികൾ അൽ ഖായിദ എന്ന പേരിലും ഇഖ്വാൻ മുസ്ലിമീൻ എന്ന പേരിലും പല പേരുകളിലും അവിടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരൊക്കെ യഥാർത്ഥ സലഫി മാർഗം വിട്ട് തനിച്ച രാഷ്ട്രീയ ശൈലിയിലേക്ക് പോയതിന്റെ ദുരന്തമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. അപ്പൊ ഇറാഖിലൊക്കെ ഒരു പുതിയ ഗവൺമെന്റ് വന്നു, ഇറാഖിന്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. അത് റിഫായി ഷെയ്ഖിന്റെ ഖബർ തകർത്തു. അപ്പൊ സലഫി തന്നെ ആയിരിക്കും എന്ന് വെച്ച് നമ്മൾ ആളുകളെ പ്രശംസിക്കാൻ തുടങ്ങി. ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് യഥാർത്ഥ സലഫികളല്ല, അവർ തനിച്ച ഖവാരിജികളാണവർ. മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ബിംബാരാധകരെ വെറുതെ വിടുന്നു എന്ന് ഖവാരിജികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രാർത്ഥനയും പിന്തുണയും അർഹിക്കുന്നവരല്ലെന്നും സലഫി ഉലമാക്കൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ മനസ്സിലാക്കണം. ഗസയിൽ മാത്രമല്ല മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുന്നത്, ഈ പറഞ്ഞ ലിബിയയിലും സിറിയയിലും ഇറാഖിലും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഈജിപ്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫലസ്തീനിൽ ജൂതന്മാർ വന്നു എന്നതുകൊണ്ട് അത് മാത്രമാണ് നമ്മുടെ ആളുകൾ പലപ്പോഴും ഒരു വലിയ വിഷയമാക്കാറുള്ളത്. മാത്രമല്ല, എല്ലായിടത്തും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, പൊതുവെ ഇന്ന് മുസ്ലിം ലോകത്തേക്ക് കണ്ണോടിച്ചാൽ ഒരു വശത്ത് പിഴച്ച ചിന്താഗതികളും സത്യദീനിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്ന വ്യതിയാന ആശയങ്ങളും മുസ്ലിം യുവാക്കൾക്കിടയിൽ അതിശീഘ്രം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇഖ്വാനികളും അൽ ഖായിദക്കാരും ജിഹാദി ഗ്രൂപ്പുകളുമൊക്കെ മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് പ്രചാരണങ്ങൾ, പ്രൊപ്പഗണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുപാട് ചെറുപ്പക്കാർ ആകർഷരാവുകയും ചെയ്യുന്നുണ്ട്. തികച്ചും വൈകാരികമായി മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന, പ്രമാണങ്ങളെ പരിശോധിക്കാനോ പഠിക്കാനോ നിനക്ക് തയ്യാറില്ലാത്ത വികാരജീവികളെ ആകർഷിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ, അത്തരം യുവാക്കൾ മാത്രമല്ല ഇന്ന് മുസ്ലിം ലോകത്തുള്ളത്. ദീനിനെ പ്രമാണബദ്ധമായി പഠിക്കാനും വിലയിരുത്താനും ഈ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ത്യാഗങ്ങൾ സഹിച്ച് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനും തയ്യാറുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇന്ന് വളരെ തുച്ഛമല്ലാത്ത ഒരൽപ്പം എണ്ണത്തിൽ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇസ്ലാമിക ലോകത്തുള്ള ഈ ജാഗരണത്തെയും ഇന്ന് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ പക്ഷപാതിത്വം, ഹിസ്ബിയത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കർമ്മശേഷിയെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ സംഘടനാ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ആളുകളെ കക്ഷിത്വത്തിലേക്കും അതുപോലെ പക്ഷപാതിത്വത്തിലേക്കും നയിക്കുന്നതിനു വേണ്ടിയുള്ള മുസ്ലിം സമുദായത്തിലുള്ള കക്ഷികളും പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾ അത് നമുക്ക് കാണാതിരുന്നുകൂടാ. ആധുനിക മീഡിയകൾ സമർത്ഥമായി ഉപയോഗിച്ച് വ്യതിയാന കക്ഷികൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് പോലെ തന്നെ ഈ പാർട്ടികളും ആളുകൾക്കിടയിൽ സജീവമായി ഇന്ന് നിലകൊള്ളുകയാണ്. ഇന്റർനെറ്റിലെ സൈറ്റുകളിലൂടെയും ഇമെയിലുകളിലൂടെയും വാട്സപ്പിലൂടെയും മൊബൈൽ SMS-ലൂടെയും ട്വിറ്ററിലൂടെയും അങ്ങനെ പല മാധ്യമങ്ങളിലൂടെ ധാരാളം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ഇന്ന് പല ആളുകൾക്കും സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് മൊത്തത്തിലും മുസ്ലിം ബഹുജനങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു ദിശാബോധം നൽകേണ്ട, അവരെ ശരിക്കും വഴി കാണിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നേരായ മറിക്ക് നയിക്കാൻ അവർക്ക് നൽകേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇത്. യഥാർത്ഥ ദീനിനെ പ്രതിദാനം ചെയ്യുന്ന സലഫുകളെ മാർഗത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്ന പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. കാരണം ഒരു വശത്ത് മതത്തെക്കുറിച്ചുള്ള ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല മറുവശത്ത് കാണുന്നത് ഷഹവാത്തുകൾ, ദുനിയാവിന്റെ പേരിലുള്ള കടിവലികൾ, അധികാരത്തിനു വേണ്ടി, ഭരണത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള കടിവലികൾ. ഇത് രണ്ടിനുമിടയിൽ യഥാർത്ഥ ദീൻ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്
വളരെ തുച്ഛമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കേരളത്തിൽ നമ്മൾ കുറെ കാലമായി സലഫിയത്ത് എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്, പക്ഷെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് വന്ന് അഭിമാനിക്കുന്ന ഈ കേരളത്തിലും സലഫിയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പോലും വലിയൊരു വിഭാഗത്തിനും തികഞ്ഞ അജ്ഞതയാണുള്ളത്. ആ തിരിച്ചറിവ് 10-12 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഏതാണ്ട് സലഫിയത്തിനെ നാം തിരിച്ചറിഞ്ഞത്, അല്പമെങ്കിലും. പക്ഷെ ആ 12 കൊല്ലം പോലും ശരിക്കും വിനിയോഗിക്കാൻ ഇവിടുത്തെ സംഘടനാ പക്ഷപാതികൾ നമ്മെ അനുവദിച്ചില്ല. കാരണം അവർക്ക് സലഫിയത്ത് ഒരു മറയായിരുന്നു, പൊതുജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മറ മാത്രമായിരുന്നു. സലഫിയത്തിന്റെ പേര് പറഞ്ഞ് പൊതുസമൂഹത്തിൽ കയ്യടി വാങ്ങാനുള്ള ഒരുപാട് അജണ്ടകളാണ് അവർ കൈവശമുണ്ടായിരുന്നത്. ഇവിടെ പൊതുസമൂഹത്തിലും മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന മതേതരവാദികൾ, നിരീശ്വര നിർമ്മതവാദികൾ, അവരെയൊക്കെ തൃപ്തിപ്പെടുത്താവുന്ന തരത്തിൽ ഞങ്ങൾ പുരോഗമനത്തിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ പോലും വെള്ളം ചേർക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ സലഫികളെന്ന് അഭിമാനിക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ വീണ്ടും ഇതാ പുതിയ ക്യാമ്പയിനുമായി ഇറങ്ങിയിരിക്കുകയാണ്. മന്ത്രവാദികൾക്കെതിരിൽ, ആഭിചാരകന്മാർക്കെതിരിൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥ മന്ത്രത്തെ പോലും, ഇസ്ലാം അംഗീകരിച്ച റുഖ്യ ശർഇയ്യയെ പോലും തള്ളിപ്പറയുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന പ്രമാണങ്ങളെ ചവിട്ടിയരക്കുന്ന പ്രവണതയിലേക്കാണ് ആ വിഭാഗം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര പള്ളികളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ഞങ്ങൾക്ക് വലിയ ആൾക്കൂട്ടമുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുകയല്ലാതെ പൊതുജനങ്ങൾക്ക് യഥാർത്ഥ ദീൻ പഠിപ്പിക്കുന്നതിൽ അവർ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. ഒരാൾക്കൂട്ടമായി, രാഷ്ട്രീയക്കാരെ പോലെയുള്ള ഒരു പാർട്ടി മാത്രമായി ഇവിടുത്തെ സലഫികളുടെ പേരിൽ അഭിമാനിക്കുന്ന ആളുകൾ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. മുസ്ലിം കേരളത്തിൽ സംഘടനാ സങ്കുചിതത്വം കാരണം ദീനീ പഠന രംഗത്തും തന്നെ മാറി നിന്ന് രാഷ്ട്രീയത്തിലും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലും മാത്രം സജീവമാകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദീനീ സംഘടനകളൊക്കെ കണക്കാണ്, അതിൽ പോയാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം മാത്രമേ ഉള്ളൂ എന്ന ഒരു ആക്ഷേപത്തിന്റെ പേരിൽ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം പക്ഷപാതിത്വങ്ങളിലെല്ലാം മുക്തമായി, എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമായി, സുതാര്യമായി, നിഷ്പക്ഷമായി ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശരിയായ ദീനി തർബിയത്തിനുള്ള പരിശ്രമങ്ങൾ വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ. സംഘടനകൾ പരസ്പരം മത്സരിക്കുകയാണ്. ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ എന്തു ചെയ്യണം എന്നതാണ് അവരുടെ അജണ്ട. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തങ്ങളുടെ മുഖം മിനുക്കാൻ എന്തു ചെയ്യണം എന്നതാണ് അവരുടെ ചർച്ചാ വിഷയം. സ്ഥിരപ്പെട്ട ദീനി വിഷയങ്ങളെപ്പോലും ജനങ്ങളെ മുമ്പിൽ പറയാൻ അവർക്ക് മടിയാണ്, അറച്ചു നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പറ്റുമോ, ഇങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അപ്പൊ നമ്മളെക്കുറിച്ച് പൊതുസമൂഹം എന്ത് വിചാരിക്കും എന്നിടത്താണ് അവർ ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ വചനത്തെ നെഞ്ചേറ്റിക്കൊണ്ടാണ് നമ്മുടെ ഈ തർബിയത്ത് പ്രവർത്തനങ്ങളുമായി എളിയവരായ ഈ കൊച്ചു സംഘം മുന്നോട്ട് പോകുന്നത്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നുവോ അതുകൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ അവസാന കാലക്കാർ നന്നായി തീരുന്നതേയല്ല എന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനം അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് സലഫുകളുടെ മാർഗത്തിലേക്ക് മുസ്ലിം ബഹുജനങ്ങളെ വഴി കാണിക്കാനുള്ള എളിയ പരിശ്രമമാണ് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 വിഭാഗമാകും. ബനൂ ഇസ്രായേൽ 72 കക്ഷികളായി പിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് 73 പിരിയും. എല്ലാം നരകത്തിലാണ്, ഒരു കക്ഷി ഒഴികെ. ആരാണ് ആ കക്ഷി എന്ന് ചോദിച്ചപ്പോൾ രക്ഷപ്പെട്ട ആ കക്ഷിയെക്കുറിച്ച് റസൂലുള്ളാഹ് ഒരു നിലപാട് പ്രഖ്യാപിച്ചു. അതെന്താണ്? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. ഖിയാമത്ത് നാൾ വരെയും അത്തരം ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്ന് ഹദീസ് കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന അത്തായിഫത്തുൽ മൻസൂറ എന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട വിഭാഗം എന്ന് പറയുന്ന ആ കക്ഷിയിൽ ഉൾപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സഹാബത്തിനെയും മാതൃകയാക്കിക്കൊണ്ടുള്ള യഥാർത്ഥ സലഫി തെർബിയാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ നൽകേണ്ടത്. കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ ദീനി വിദ്യാഭ്യാസ രംഗം തികച്ചും ശുഷ്കമാണ്, വളരെ ശോചനീയമാണ്. കേവലം മദ്രസാ വിദ്യാഭ്യാസം മാത്രമാണ് അധികം മുസ്ലിങ്ങൾക്കും ലഭിക്കാറുള്ളത്. കുറച്ചു കാലമായി മദ്രസകളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കാരണം എന്താ?
10 മണി വരെ, രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഫ്രഷായ 3 മണിക്കൂർ മദ്രസയിൽ പഠിപ്പിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വരവോടുകൂടി 8:30-ക്കും 8:45-നും ഒക്കെ സ്കൂളുകൾ തുടങ്ങുമ്പോൾ കുട്ടികളെ മദ്രസയിൽ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കുന്നു. മെച്ചപ്പെട്ട ഭൗതിക വിദ്യാഭ്യാസം സമൂഹത്തിലെ സ്റ്റാറ്റസ് ആയി മാറിയപ്പോൾ മദ്രസകളെ അവഗണിച്ചുകൊണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അയക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് മീഡിയക്കാരാകട്ടെ കുട്ടികളെ ആകർഷിക്കുവാനും രക്ഷിതാക്കളെ സമാധാനിപ്പിക്കാനും വേണ്ടി മതപഠനത്തിന് ഞങ്ങൾ സൗകര്യം ചെയ്തിട്ടുണ്ട്, റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു പീരിയഡ് തന്നെ ഉണ്ട് എന്ന്. എന്നിട്ടോ എല്ലാ വിഭാഗം ആളുകൾക്ക് പുസ്തകം പഠിപ്പിക്കും. ആ പേരില് മദ്രസ തന്നെ ഇല്ല. യഥാർത്ഥ ദീനിനെ കുറിച്ച് അവബോധമില്ലാത്ത വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ള മുസ്ലിം വികാരം മാത്രമുള്ള ഒരു കൗമാണ് ഇവിടെ 60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി സ്ഥാനം എത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ. 20ഓളം ബസ്സുകൾ രാവിലെ അവിടെ പ്രദേശമാണ്. 1.5 കിലോമീറ്റർ അതിന്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ 20ഓളം ബസ്സുകൾ വന്നിട്ട് രാവിലെ കുട്ടികൾ, അതിൽ ജനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന 1-2 ഉള്ളൂ. ഈ കുട്ടികളൊക്കെ നാളെ ഭാവിയിൽ എന്ത് ദീനാണ് അവർക്കറിയാം? അവർക്ക് അവർ മദ്രസയിൽ പോകുന്നില്ല. ഈ സ്കൂളിൽ പോകുന്ന സ്കൂളിലെ റിലീജിയസ് ഇൻസ്ട്രക്ഷന്റെ പീരീഡ്, മോറൽ ഇൻസ്ട്രക്ഷന്റെ പീരീഡ്, അത് മാത്രമാണ് അവരെ മതപഠനം. അപ്പൊ മതപഠന രംഗം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മതം പഠിപ്പിക്കാൻ വളരെ ശുഷ്കാന്തി കാണിക്കുന്ന ഇവിടുത്തെ ഷാഫികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമസ്തക്കാര്, അവരെ സ്ഥിതി അവരെ മദ്രസ രാവിലെയും വൈകുന്നേരം ഒക്കെ നടത്തിയിട്ടും പഠിപ്പിക്കുന്ന കാര്യം 10,000-ലധികം സമസ്ത തികച്ചും പഴച്ച ആശയങ്ങളാണ്. അശ്അരിയത്താണ് പഠിപ്പിക്കുന്നത്. സലഫി അഖീദക്ക് നേർ വിരുദ്ധമാണത്. അള്ളാഹു എല്ലാ സ്ഥലത്തുണ്ട്, സർവ്വവ്യാപിയാണെന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഇസ്മി സിഫത്തുകളെ സലഫുകൾ മാർഗം വിട്ട് വ്യാഖ്യാനിക്കുന്നു. വജാ റബ്ബുക, നിന്റെ റബ്ബ് വന്നു. അങ്ങനെ പറയാൻ പാടില്ല. വജാ അംറു റബ്ബിക, എന്റെ റബ്ബിന്റെ കൽപ്പന വന്നു എന്ന് പറയണം. അള്ളാഹു എല്ലാ ദിവസവും 1/3 ബാക്കിയുള്ളപ്പോൾ രാത്രി ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നേ പറയാവൂ. എന്നിങ്ങനെ വളരെ സ്ഥിരപ്പെട്ട മുതവാത്തിറായ ഹദീസുകളിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്തിനെ പോലും പച്ചയായി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഷാഫികൾ എന്ന് പറയുന്നത്. നമ്മളെന്ത് വിചാരിക്കും? ഒന്ന് ഖുർആൻ ഓതാനും ഒന്ന് നിസ്കരിക്കാനല്ലേ, അപ്പൊ സമസ്തന്റെ മദ്രസയിൽ പോയാലും മതിയല്ലോ എന്നവർക്ക് അവിടെ കുട്ടികളേക്കും. അവിടുന്ന് പഠിച്ചിട്ട് വരുന്നത് എന്താ? ഇൽമുൽ കലാമും ഫൽസഫയും. ഇസ്ലാമിക അഖീദയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയതാണ് ഇൽമുൽ കലാം, അതുപോലെ തന്നെ അതിന്റെ ഒപ്പമുള്ള ഫൽസഫയും. ഇൽമുൽ കലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഖീദയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഏറെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇൽമുൽ കലാമിന്റെ ആളുകളെ ഇമാം ഷാഫിയെ പോലുള്ളവർ പോലും തള്ളിപ്പറഞ്ഞ് ഇന്നും ഈ പള്ളി ദർസുകളിലും ഈ ഖുറാഫികൾ അറബിക് കോളേജുകളിലും ഒക്കെ അഖീദ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. മാത്രം തൗഹീദിന്റെ നേർ വിപരീതമായ ശിർക്ക്, യഥാർത്ഥ തൗഹീദ് എന്ന വ്യാജേനയാണ് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണ്. ഔലിയാക്കന്മാരോടും അമ്പിയാക്കളോടും ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് ഖൗമിനെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സമസ്തക്കാരെ വിശ്വാസങ്ങൾ അള്ളാഹുവിന് മാത്രം ഗൈബറിയുന്നു. പറയാൻ പാടില്ല. അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്കും, ബീവിമാർക്കും, തങ്ങന്മാർക്കൊക്കെ ഗൈബറിയും എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനാണ് സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. ഔലിയാക്കളാണ് സത്യം, ബദരീങ്ങളാണ് നേരുന്ന അങ്ങനെ പറ എന്ന് പറയും. അപ്പോഴവർക്ക് അംഗീകാരമായി. പള്ളിയിൽ പോയി കള്ളസത്യം ചെയ്യാൻ പേടിയില്ല. പക്ഷേ കിളിക്കട്ട ജാർത്തുങ്ക പോയി സത്യം ചെയ്യണം എന്ന് പറഞ്ഞാലോ പേടിയാണ്. മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നിർത്തും. ജമാഅത്തിന് ശേഷം തുടരും. അപ്പോ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ ഹിതവാദിയാകൂ, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പ്രവാദമാണ് എന്നിടത്താണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാരുടെ പ്രചാരണം എത്തി നിൽക്കുന്നത്. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അത് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് പണ്ടൊക്കെ ജായിസായിരുന്നെങ്കിൽ ഇന്നത് ജായിസ് പുണ്യകർമ്മവുമാണ്. തവസ്സുലിനെ കുറിച്ച് പറഞ്ഞ് തവസ്സുലില്ലെങ്കിൽ അള്ളാഹ് ദുആ സ്വീകരിക്കൂല എന്നിടത്താണുള്ളത്. നേരെ ദുആർന്നാൽ അള്ളാഹു സ്വീകരിക്കൂല. അമ്പിയാക്കളെ ഔലിയാക്കളെ അടയാളന്മാരാക്കിയാൽ അള്ളാഹു സ്വീകരിക്കും. ഇങ്ങനെ തൗഹീദിന് തികച്ചും
വ്യത്യസ്തമായ ആശയങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിർക്കിന്റെ ഏറ്റവും വലിയ പ്രതീകമായ ജാറം ഇന്ന് മുസ്ലിമീങ്ങളുടെ ഒരു സിമ്പലായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത്. ജാറത്തിൽ നടക്കുന്ന ആണ്ട് നേർച്ച, ഇപ്പൊ കൂറ്റനാട് നേർച്ചയായാലും പട്ടാമ്പി നേർച്ചയായാലും ഒക്കെ ഒരു ദേശീയ ഉത്സവം, ഒരു മതസൗഹാർദ്ദത്തിന്റെ വേദിയായിട്ടാണ് ഇപ്പോൾ അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം അങ്ങനെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ കാര്യസാധ്യം അതാണ് അവരുടെ ലക്ഷ്യം. അതിന് ഇസ്ലാം തകർന്നാലും വേണ്ടില്ല, ഇസ്ലാമിക വിശ്വാസം തകർന്നാലും വേണ്ടില്ല, അവരെ മനുഷ്യരെ വെറുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദുരന്തത്തെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട ആളുകൾക്ക് പലപ്പോഴും അത് സമയം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇത്തരം മതങ്ങളിലെ കുട്ടികളെ അയച്ചാൽ കുട്ടികളെ അഖീദ നശിക്കും, യാതൊരു സംശയവുമില്ല. അത്തരം ആളുകൾക്ക് പഠിക്കാൻ പോകാൻ തന്നെ പാടില്ല. മുബ്തദീകളുടെ അടുത്ത് വിദ്യാഭ്യാസം നേടാൻ പാടില്ല. മുബ്തദീകളുടെ അടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ലെന്നാണ് സലഫുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അവരെ വിശ്വാസം, അവരെ തെറ്റായ ചിന്താഗതികൾ നമ്മളിലേക്ക് പകരുമെന്നതാണ് അതിന് അവർക്ക് വ്യക്തമായി പറയുന്ന നിയമം. അവരെ ഹജ്ർ ചെയ്യണം, അവരെ ബഹിഷ്കരിക്കണം, ഒഴിവാക്കണം, അവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം എന്നാണ് സലഫി ഉലമാക്കൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്താണ് ഈ ഖൗമിന്റെ വിശ്വാസം? നമ്മൾ വിശ്വസിക്കുന്ന 1400 കൊല്ലം മുമ്പ് അബ്ദുള്ളയുടെയും ഇമാമിന്റെയും പുത്രനായി ജനിച്ച, 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 42-ാമത്തെ വയസ്സിൽ റിസാലത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായ, 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനയിലും ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. അതേസമയത്ത് അദ്ദേഹത്തിന് വഹയുണ്ടായിരുന്നു, നുബുവത്തിന്റെയും റിസാലത്തിന്റെയും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് ഒരുപാട് മുഇസ്സത്തുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? ഒരു മനുഷ്യൻ എന്നതിനപ്പുറം അദ്ദേഹത്തെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന അതിരുകവിഞ്ഞ വാദങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്നും അതിനുവേണ്ടി ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, കള്ള ഹദീസുകളെ സഹിയാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് എത്രയെത്ര പുസ്തകങ്ങളാണ് ഈ ഭൂമി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും കുറിച്ച് ആളുകളുടെ ചിന്താഗതി എന്താ? വറുവി അൻ ആമിന എന്ന് മൗലിദ് കിതാബിൽ പറയുമ്പോൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന ആളുള്ളത്. റസൂലുള്ളാഹിന്റെ ബാപ്പാനെ പറ്റി ഇന്ന അബി വഅബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പോലും അബ്ദുള്ള എന്നൊരു നരകത്ത് പോവാൻ ഞമ്മളയക്കൂലാന്ന. റസൂലുള്ളാഹിന്റെ വാപ്പാനെ പറ്റി റസൂലുള്ളതിനേക്കാളും താല്പര്യം ഇവർക്ക്. അങ്ങനെ എന്തെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ വാപ്പ വഴിക്കുള്ള 20 ഉപ്പാപ്പമാരും ഉമ്മ വഴിക്കുള്ള 20 ഉപ്പാപ്പമാരുടെയും പേര് ചൊല്ലിപ്പടിക്കൽ ഫർളാണെന്നാ പറയുന്നത്. അതിലൊറ്റൊന്നും മുസ്ലിം ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ തന്നെ പാടില്ല എന്ന്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഫർളാക്കിയിട്ടുണ്ടോ? സഹാബത്ത് അങ്ങനെ ഫർളാക്കിയിട്ടുണ്ടോ? വംശപരമ്പര പഠിക്കുക എന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേക കഴിവായിരുന്നത്. വംശപരമ്പര മനസ്സിലാക്കുന്നതിൽ ചില ഗുണങ്ങളുണ്ടാവും, പക്ഷെ ദീനിയായൊരു ഫർളാണ് എന്നിടത്താണ് അവരുള്ളത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെല്ലാം തെറ്റായ വിശ്വാസങ്ങളാണ് ഈ ഖൗമിന്. റസൂൽ ഇവിടെ ഒക്കെ ഉണ്ട് എന്നാണ് വിശ്വസിച്ചത്. റസൂൽ ഇന്നും ഖബറിൽ കിടന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകളൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്മ കണ്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയും, തിന്മ കണ്ടാൽ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്നാണ് ഈ ഖൗമിന്റെ വിശ്വാസം. എല്ലാ മൗലിദിന്റെ സദസ്സിലും അവിടുത്തെ ഹാജരാകുമെന്നാണ് ഈ ഖൗമിന്റെ വിശ്വാസം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ. ഔലിയാക്കളെ പറ്റി എന്തെല്ലാം വിശ്വാസങ്ങളാ? പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടാണ് ഔലിയാക്കൾ, കുത്തുബെന്നും കുത്തുബിൽ അഖ്താബെന്നും ഒക്കെ പറഞ്ഞ് പ്രാപഞ്ചിക കാര്യങ്ങളൊക്കെ കറങ്ങുന്നത് അവരെ കേന്ദ്രീകരിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എല്ലാം ഔലിയാക്കളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അമ്പിയാക്കൾക്കില്ലാത്ത ലദുന്നിയായ ഇൽമുണ്ട് അവർക്കെന്നും അമ്പിയാക്കളിൽ വഹയിൽ പരിമിതപ്പെട്ടു പോയി എന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. നേർക്കുനേർ അള്ളാഹുവിൽ നിന്ന് ഇപ്പോഴും ലദുന്നിയായ ഇൽമ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നവർ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിയാക്കളെ മഅസൂം എന്ന് പറയുന്നതിനെ ഔലിയാക്കളെ മഹ്ഫൂദ് എന്ന് പറയുന്നു. ആ രൂപത്തിൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. സൂഫിസം, തരീഖത്തുകൾ ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സൂഫിസം? ഓരോരുത്തരും സ്വയം ദൈവമാകുന്ന ചിന്താഗതി. അനൽ ഹഖ്, ഞാൻ തന്നെയാണ് സത്യസ്വരൂപനായ ദൈവം എന്ന് പറയുന്നിടത്തേക്ക് ലാ അന ഇല്ല അന്ത, പടച്ചോനെ ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ, ഞാനും തീയും തമ്മിൽ ഭേദമില്ലെന്ന അദ്വൈതവാദം. എല്ലാ തരീഖത്തുകളും അവസാനം എത്തുന്നകട്ടേക്കാണ്. തരീഖത്തുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ പറഞ്ഞാൽ തീരാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ഇവിടെ മുസ്ലിം ഉമ്മത്തിനും ദീനി വിദ്യാഭ്യാസമായി ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ രക്ഷപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയമായ അതിപ്രസരത്തിന്റെ പേരിൽ എന്തെല്ലാം തെറ്റായ ചിന്താഗതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇവിടെ അന്ധവിശ്വാസങ്ങൾ എതിർക്കൽ മാത്രമായി പോയി സലഫി പ്രവർത്തനം. യഥാർത്ഥ സലഫി തർബിയത്ത് നൽകുന്നതിൽ വ്യക്തമായ പരാജയമാണ് പല മഹല്ലുകളിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പോലും പറഞ്ഞാൽ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന അവസ്ഥ. അതൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ ഇത്രകാലം അലൈമൊഴിന്റെ കുത്തുപാട്ട ആളാണല്ലോ, ഇത്രകാലം കൂട്ടായിന്റെ പുസ്തകം കേട്ട ആളാണല്ലോ, മാ വജത്തിന അലൈഹി ആബാഅന, ഞങ്ങളെ പാർട്ട കാരണന്മാരെ ഞങ്ങൾ എന്തൊക്കെ കണ്ടു അത് മതി ഞങ്ങൾക്ക് എന്ന ഖുറാഫികളുടെ മറ്റൊരു പതിപ്പായി ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പഠിച്ച ഒരു പോയത്തോ മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. പഠിക്കേണ്ട ആവശ്യമല്ല. അത് രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ ഒരാൾ കൂട്ടമായി കുറെ താടിവടിയന്മാരും പീടിവലിയന്മാരും ഒക്കെ ആയിട്ട് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കേണ്ട അവസ്ഥ യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. അതിനുവേണ്ടി നാം അധ്വാനിക്കേണ്ടതുണ്ട്. സുന്നത്തും ബിദ്അത്തും ശിർക്കും തൗഹീദും ഇവിടെ നെല്ലും പതിരും പോലെ കളയും വിളയും പോലെ കൂടിക്കലർന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. സലഫി തർബിയത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ച ഒരു സന്ദർഭമാണിത്. നമ്മുടെ ഉത്തരവാദിത്തം ഏറെ വർദ്ധിച്ചൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. പണ്ഡിതന്മാരുമായുള്ള ബന്ധം ഇല്ലാതെയായി. ഇൽമിന്റെ കുറവ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. എല്ലാ ഇൽമും നമുക്കുള്ളത്. നമുക്ക് ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പറ്റി അറിവുള്ളവർ നമ്മളാണ്. സൗദി പണ്ഡിതന്മാരെ പോലും തിരുത്തി കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്മാരാണ് നമ്മളെ പണ്ഡിതന്മാർ എന്നിടത്ത് വരെ ആ അഹങ്കാരം ചെന്നെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇൽമിൽ നിന്നും ഉലമാക്കളിൽ നിന്നും അകന്ന് പതിറ്റാണ്ടുകൾ നാം സഞ്ചരിച്ചു എന്നതാണ് വാസ്തവം. അതിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതിനാണ് നാം ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഇരുന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യം ആളുകൾക്ക് വളരെ കുറവാണ്. അത് ഒരു വലിയ മൈക്ക കെട്ടി വമ്പിച്ച സൗണ്ടിൽ ഇങ്ങനെ ഡുൺ നടിക്കുന്ന സൗണ്ട് കേട്ടാൽ ദേവത്തിന്റെ ഉത്തരവാദിത്വം തീർന്ന്, ജീപ്പ് എടുത്ത് അങ്ങോട്ട് പാഞ്ഞ് എന്റെ ദേവത്തിന്റെ ഉത്തരവാദിത്വം തീർന്ന്, 4 പോസ്റ്റർ കൊണ്ടെന്ന് പശയും തെച്ചത് ഒട്ടിച്ച് പിന്നെ എന്റെ ഉത്തരവാദിത്വം തീർന്നു എന്നിടത്താണ് ആളുകളുള്ളത്. സ്വയം ഒന്ന് പഠിക്കണം, ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പഠിച്ചിരുന്നു. നമ്മളും പഠിക്കണം. ദീനി ആവേശം നിലനിർത്താൻ എന്നുമെന്നും ദീന് പഠിക്കുന്നവരാവുക, അവസാന ശ്വാസം വരെയും പഠിക്കുന്നവരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇശാക്ക് ശേഷം നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയിലേക്ക് കടക്കാം. അതിനായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സുഹൃത്തുക്കളെ, ഇശാ നമസ്കാരത്തിന് മുമ്പ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് നാം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വളാഞ്ചേരി ക്ലാസ്സിലും തുടർന്ന് ഫറോക്ക് ചുങ്കത്ത് നടന്ന ക്ലാസ്സിലും ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സാലിഹുൽ ഉബൈലാന്റെ ഗ്രന്ഥത്തിലെ 12ഓളം കായിദകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഞാനതൊന്ന് വായിച്ചു പോവുകയാണ്. ആ കായിദകൾ ഓരോന്നും വിശദാംശം നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ അടിസ്ഥാന തത്വം അദ്ദീനു മബ്നിയുൻ അലാ അസ്ലൈനി അളീമൈനി. 2 പ്രധാനപ്പെട്ട അടിത്തറകളിലാണ് ദീൻ എടുക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുക. വൽ മുതാബഅതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഇഖ്ലാസും ഇത്തിബാഉമാണ് ദീനിന്റെ പ്രധാനപ്പെട്ട 2 അടിത്തറകൾ. രണ്ടാമത്തെ ഖായിദ അന്ന മസ്ദറു തശ്രീഇ വദ്ദഅവ ഇബാദത്തിന്റെയും ദഅവത്തിന്റെയും ഇസ്ലാമിക നിയമനിർമ്മാണത്തിന്റെയും സ്രോതസ്സ് സഹീഹായ പ്രബലമായ കുറ്റമറ്റ നബിചര്യയുമാണ്. മൂന്നാമത്തെ ഖായിദ അന്ന അഹ്ലസുന്ന വൽ ജമാഅ ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ ഖുർആനി അനിസ്സുന്ന. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സുന്നത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് അവർ ഖുർആനിനെ മനസ്സിലാക്കുക. അൽ ഖാഇദത്തു റാബിഅ, 4ാമത്തെ തത്വം അന്നഹും ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ കിതാബി വസ്സുന്ന അൻ ഫഹ്മിസ് സലഫിസ് സാലിഹ്.
കിതാബും സുന്നത്തും മനസ്സിലാക്കുന്ന കാര്യത്തിൽ സലഫുസ്സാലിഹുകൾ നല്ലവരായ നമ്മുടെ മുൻഗാമികളുടെ ഫഹ്മിനെ വിട്ട് സ്വതന്ത്രമായി മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയില്ല. സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കുവാനാണ് അഹ്ലുസുന്ന വൽ ജമാഅ ശ്രമിക്കുക. അൽ ഖാഇദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ തത്വം, അന്നഹും അവ്വലു മാ യദ്ഊന ഇല തൗഹീദ് ഫലാ തൻജഹു ദഅവ വലാ തസ്ലു ഇബാദ ഇല്ലാ ബി. അഹ്ലുസുന്ന വൽ ജമാഅത്ത് അവർ ആദ്യമായി ക്ഷണിക്കുന്നത് തൗഹീദിലേക്കാണ്. ഒരു ദഅവത്തും വിജയിക്കുകയില്ല, ഒരു ഇബാദത്തും ശരിയാവുകയില്ല ഇല്ലാ ബിഹി, തൗഹീദ് കൊണ്ടല്ലാതെ. തൗഹീദ് ശരിയായാലല്ലാതെ ഒരു ഇബാദത്തും ശരിയാവുകയില്ല, ഒരു ദഅവത്തും വിജയിക്കുകയില്ല. അതാണ് അഞ്ചാമത്തെ തത്വം. അൽ ഖാഇദത്തു സാദിസ, ആറാമത്തെ തത്വം, അന്നഹും യബ്ദഊന ദഅവതഹും ബിമാ ബദഅ അല്ലാഹു ബിഹി വറസൂലുഹു. അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തുകൊണ്ടാണ് ദഅവത്ത് ആരംഭിക്കണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് അവർ ദഅവത്ത് ആരംഭിക്കും. ഫയുഖദ്ദിമൂന മാ ഖദ്ദമഹു അല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഅഖിറൂന മാ അഖറഹു അല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവും അവന്റെ റസൂലും എന്തൊന്നിനെ മുന്തിച്ചുവോ അതിനെ മുന്തിക്കുകയും അവരെന്തൊന്നിനെ പിന്തിച്ചുവോ അതിനെ പിന്തിക്കുകയും ചെയ്യുന്നവരാണവർ. വബിഹാദാ യുംകിനു തഹ്സീലുൽ മസാലിഹ് വദർഉൽ മഫാസിദ്. മഫ്സദത്തുകളെ, കുഴപ്പങ്ങളെ തടയുക, ഇല്ല പ്രതിരോധിക്കുക, നന്മകളെ നേടിയെടുക്കുക, ഇതെല്ലാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിന്റെയും ആ മുൻഗണനാക്രമത്തെ നമ്മൾ പിൻപറ്റിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഏഴാമത്തെ തത്വം, അന്നഹും യുഅല്ലിമൂന ജമീഅ ഉമൂറദ്ദീൻ, ജമീഅ ഉമൂരിദ്ദീൻ, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളെയും അവർ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അതിനൊക്കെ മഹത്വം കൽപ്പിക്കുന്നു. എന്തിനെ, ഒരു കാര്യത്തെയും നിസാരമാക്കൂല. ഫയദ്ഊന ഇലാ മാ ദഅ ഇലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറൽ ഇസ്തിതാഅ, കഴിവിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊന്നിലേക്ക് ദഅവ നടത്തിയോ അതിലേക്ക് അവർ ദഅവ നടത്തുന്നതാണ്. ഇത്രയുമാണ് അന്ന് വളാഞ്ചേരി നമ്മൾ ക്ലാസ് എടുത്തത്. പിന്നെയുള്ള ഫറൂഖ് ചുങ്കത്തെടുത്ത ഖായിദകൾ, ഖായിദത്തു സാമിന, അന്നഹും ലാ യുആരിദൂന അൻ-നുസൂസ ബിഉഖൂലിഹിം വലാ ബിഅഹ്വാഇഹിം വലാ ബിഅദ്വാഖിഹിം വലാ ബിഖൗലി റിജാലിൻ മിസ്ലിഹിം. അവർ ഒരിക്കലും തന്നെ പ്രമാണ വചനങ്ങളെ എതിർക്കുകയില്ല, തങ്ങളുടെ ബുദ്ധികൾ കൊണ്ടോ തങ്ങളെ ഇച്ഛകൾ കൊണ്ടോ തങ്ങളുടെ അഭിരുചിക്കൊത്തോ. തങ്ങളുടെ അഭിരുചിയുടെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ എതിർക്കുക, വിമർശിക്കുക, അതവർക്കലും ചെയ്യില്ല. വലാ ബിഖൗലി റിജാലിൻ മിസ്ലിഹിം, തങ്ങളെപ്പോലെയുള്ള മറ്റു മനുഷ്യരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലും പ്രമാണങ്ങളെ അവർ എതിർക്കുകയില്ല. അൽ ഖാഇദത്തു താസിഅ, ഒമ്പതാമത്തെ തത്വം, അന്ന ളുഹൂറൽ മുസ്ലിമീന വസലാഹ അഹ്വാലിഹിം മർബൂത്തും ബി അംറൈൻ. മുസ്ലിമീങ്ങളുടെ വിജയവും അവരുടെ അവസ്ഥകൾ നന്നാകുന്നതും രണ്ടു കാര്യങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതേതാണ്? അൽ ഇൽമുൻ നാഫിഅ വൽ അമലു സ്വാലിഹ്. നാഫിആയ ഇൽമും സ്വാലിഹായ അമലും, അത് രണ്ടുമാണ് നമ്മുടെ വിജയത്തിന് ആധാരം. അൽ ഖാഇദത്തുൽ ആശിറ, അന്നഹും യഅതഖിദൂന അന്നൽ ജമാഅത അസ്ലും മിൻ ഉസൂലി ദീനിഹിം. അൽ ജമാഅത്ത് അവരുടെ ദീനിന്റെ അസ്ലായിട്ട് അവർ കാണും. ഇത് ഒരു അല്പം ഏതാണ്ട് 3/4 മണിക്കൂറിലധികം എടുത്ത് വിശദീകരിച്ചൊരു ഖായിദയാണ് ഈ 10ാമത്തെ ഖായിദ. എന്തിനാണ് അൽ ജമാഅത്ത് എന്ന് പറയുക? അൽ ജമാഅത്ത് എന്ന് വിട്ടാല് അവര് ജാഹിലിയ മരണമാണ് വരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇസ്ലാം, അൽ ജമാഅത്തില്ലാതെ ഇസ്ലാമില്ല, അൽ ജമാഅത്തുണ്ടോ അതിന് സമ്മും താഴത്തും വേണം എന്ന തത്വമൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫറൂഖിലെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും കേൾക്കണം. അൽ ഖായിദത്തുൽ ഹാദിയത അശറ, 11ാമത്തെ തത്വം, അന്നഹും യഅതഖിദൂന അന്ന അഅ്ളമ അസ്ബാബിൽ ഇഫ്തിറാഖി ഹുവ തശയ്യുഉ വ തഹസ്സുബു ബഅദിൽ മുസ്ലിമീൻ ഇലാ ത്വായിഫത്തിൻ ഔ ജമാഅത്തിൻ ഔ ശഖ്സിൻ ഗൈരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബത്തിഹിൽ കിറാം. സലഫികൾ, അഹ്ലുസുന്ന വിശ്വസിക്കുന്നു അഭിപ്രായ ഭിന്നിപ്പിന്റെ കാരണങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ ചില ഗ്രൂപ്പുകളോട് ചേർന്ന് നിൽക്കുക, അതിനോട് പക്ഷപാതിത്വം കാണിക്കുകയും കക്ഷിത്വം കാണിക്കുകയും ചെയ്യുക. ഏതെങ്കിലും സംഘങ്ങളോട്, ഏതെങ്കിലും വ്യക്തികളോട്, അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ അതിന് അല്ലാത്ത, റസൂലിനും സഹാബത്തിനും പുറമെയുള്ള ഏതെങ്കിലും വ്യക്തികളോടോ ഗ്രൂപ്പുകളോടോ സംഘങ്ങളോടോ പക്ഷപാതിത്വവും കക്ഷിത്വവും കാണിക്കുന്നതാണ് ഇഫ്തിറാഖിന്റെ, അഭിപ്രായ ഭിന്നതയുടെയും അനൈക്യത്തിന്റെയും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്. അൽ ഖായിദത്തു സാനിയത അശറ, 12ാമത്തെ ഖായിദ, അന്നഹും യഅതഖിദൂന അന്നൽ ബൈഅത ശർഇയ്യ ലാ തകൂനു ഇല്ലാ ലിഇമാമിൻ മുസ്ലിമിൻ ബായഅഹു അഹ്ലുൽ ഹല്ല് വൽ അഖദ് വൽ ആമ്മത്തു തബഉൻ ലഹും. ശർഇയ്യായ ബൈഅത്ത്, അനുസരണ പ്രതിജ്ഞ
അത് മുസ്ലിം ഭരണാധികാരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതായത് സമൂഹത്തിലെ പ്രമുഖന്മാരും കാര്യങ്ങൾ ഗൗരവമുള്ളവരുമായ ആളുകൾ ബൈഅത്ത് ചെയ്തിട്ടുള്ള മുസ്ലിം ഭരണാധികാരി. അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കെട്ടാനും അയക്കാനും അവകാശമുള്ളവർ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിവുള്ള പ്രമുഖന്മാരും പക്വതയുള്ളവരുമായ ആളുകൾ. അവരെ തുടർന്ന് മറ്റുള്ളവർ അവരെ പിന്തുടരുകയാണ് ചെയ്യുക. ആദ്യം ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യുന്നത് അവരായിരിക്കും. ഇത്രയുമാണ് നമ്മൾ അന്ന് 12 കായിദകൾ ഇതുവരെ ഇന്നു മുതൽ വിശദീകരിക്കുന്നത് 13ാമത്തെ കായിദയാണ്. 13ാമത്തെ തത്വം അന്നഹും ലാ യറൗനൽ ഖുറൂജ അലൽ വുലാത്തി ളലമതി വൽ ഫസഖ ബൽ യദുമ്മൂന ദാലിക് വൽ യദുമ്മൂന മൻ ഖറജ അലൽ വുലാത്തി ദീനം വദുന്യൻ. ഭരണാധികാരികൾക്കിടയിൽ വിപ്ലവമുണ്ടാക്കുക അവർ അക്രമികളും അധർമ്മകാരികളുമാണെങ്കിൽ പോലും അത് പാടില്ലാത്തതാണ് എന്നാണ് സലഫികൾ അഭിപ്രായപ്പെടുന്നത്. അഹ്ലുസുന്നയുടെ തീരുമാനം അതാണ്. ബൽ യദുമ്മൂന ദാലിക, അത്തരം ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിവിപ്ലവങ്ങളെ അവർ എതിർക്കുന്നു. വയദുമ്മൂന മൻ ഖറജ അലൽ വുലാത്ത്, ഇസ്ലാമിക ഭരണാധികാരിക്കെതിരെ മുസ്ലിം ഭരണാധികാരികൾക്ക് വിപ്ലവം ഉണ്ടാക്കുന്നതിനെ ദീനൻ വ ദുന്യൻ, ദീനിയായിട്ടും ദുന്യവിയായിട്ടും അഹ്ലുസുന്ന ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആ തത്വം വിശദീകരിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഷെയ്ഖ് അബ്ദുസ്സലാം ബിൻ ബർജസ് ബിൻ നാസിർ ആൽ അബ്ദുൽ കരീം എന്ന് പറയുന്ന സൗദിയിലെ ഒരു സലഫി പണ്ഡിതൻ രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. മുആമലത്തുൽ ഹുക്കാം ഫി ലൗഇൽ കിതാബി വസുന്ന. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭരണാധികാരികളോടുള്ള നിലപാട്, അവരോടുള്ള സമ്പർക്കം, ഇടപഴകൽ എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ മുഖദ്ദിമയിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നുണ്ട്. ഹംദും സ്വലാത്തും പറഞ്ഞ ശേഷം ശൈഖ് അവറുകൾ അമ്മാ ബഅദു പറയാണ്, ഫഇന്ന സമ്മ വതഅത ഉലാത്തി അംറിൽ മുസ്ലിമീൻ അസ്ലും മിൻ ഉസൂലിൽ അഖീദത്തി സലഫിയ്യ. കണ്ടോ, ഭരണാധികാരികൾക്ക് മുസ്ലിമീങ്ങളുടെ കാര്യം ഏറ്റെടുത്തിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളൊക്കെ അവർ പറയുന്നത് അനുസരിക്കുക, അവരെ കേൾക്കുക എന്നത് സലഫി അഖീദയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒരടിസ്ഥാനമാണ്. ഖല്ലൻ യഖ്ലു കിതാബുൻ ഫീഹാ മിൻ തഖ്രീരിഹി വശർഹിഹി വബയാനിഹി. അഖീദയുടെ കിതാബുകളിൽ ഏത് കിതാബ് എടുത്തു നോക്കിയാലും അത് നമുക്ക് ഈ വിഷയം തഖ്രീർ ചെയ്ത് ശരിക്ക് സ്ഥാപിച്ചതും വിശദീകരിച്ചതും ബയാൻ ചെയ്തും കാണാം. വളരെ കുറച്ച് മാത്രമേ അതിലില്ലാത്ത കിതാബുകൾ കാണാൻ സാധിക്കുള്ളൂ. വമാദാക ഇല്ലാ ലിബാലിഗി അഹമ്മിയതിഹി വഅലീമി ശഹ്നി. എന്തുകൊണ്ടാണിത്? അത്രയും പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതുമായ വിഷയമാണിത്. ഇത് ബിസ്സമ്മി വതഅതി ലഹും തൻതലി മസാലിഹുദ്ദീനി വദ്ദുനിയാ മഅൻ. ദുനിയാവിലും ദീനിലുമുള്ള പൊതു നന്മകൾ വ്യവസ്ഥാപിതമായി മുസ്ലിം ഉമ്മത്തിൽ ലഭിക്കുന്നത് ഭരണാധികാരികൾക്കുള്ള സമ്മും താഅത്തും നൽകുമ്പോഴാണ്. വബിൽ ഇഫ്തിയാത്തി അലൈഹിം ഖൗലൻ നൗഫിലും ഫസാദുദ്ദീനി വദ്ദുനിയ. അവർക്ക് എതിരിൽ തിരിയ എന്നതുകൊണ്ടുണ്ടാകുന്നത് ദീനും ഫസാദാകും, ദുനിയാവും ഫസാദാകും. മനസ്സിലായില്ലേ? അപ്പൊ സലഫി അഖീദയിൽപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം ഭരണാധികാരിയെ കേൾക്കുക, അനുസരിക്കുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണം നടത്തുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ഒരുപാട് സംഗതികൾ നമുക്ക് അജ്ഞാതമാണ്, നമുക്കത് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സിറിയയിൽ നടക്കുന്നതും, അതുപോലെ സിറിയ എന്ന് പറഞ്ഞ പഴയ ഷാം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്, ലിബിയയിൽ നടക്കുന്നതും ഇറാഖിൽ നടക്കുന്നതും ഈജിപ്തിൽ നടക്കുന്നതും ഒക്കെ ഭരണാധികാരികൾക്കെതിരെയുള്ള വിപ്ലവമാണ്. ഭരണാധികാരികൾ താന്തോന്നിത്തം കാണിക്കുന്നു, അവരെ തിരുത്താൻ അല്ലെങ്കിൽ അവരെ താഴെ ഇറക്കാൻ, അവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ അത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ് എന്ന് പറഞ്ഞ് ജിഹാദി ഗ്രൂപ്പുകൾ ആളുകളെ സംഘടിപ്പിച്ച് ജിഹാദിനിറങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായത്? അവരെ നീക്കാൻ കഴിഞ്ഞതുമില്ല, ഇവർക്ക് മറ്റൊരു ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ ഫൗള ഉണ്ടായി. ഫൗള എന്ന് പറഞ്ഞാൽ എന്താ? അരാജകത്വം, നിയമമില്ലാത്ത, ഭരണമില്ലാത്ത ഒരവസ്ഥ, ആർക്കും എന്തും ചെയ്യാവുന്ന അരക്ഷിതാവസ്ഥയാണ് ഇന്ന് അത്തരം നാടുകളിലുള്ളത്. അവിടെ മനുഷ്യന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. അത്തരം ഒരവസ്ഥ വരാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ അത് പണ്ഡിതന്മാർ അതിന് വളരെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കി മറ്റൊരു ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ചോര ചിന്താതെ അത് കഴിയും എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ മാത്രമേ ഭരണാധികാരിക്കെതിരെ ഇറങ്ങാൻ പാടുള്ളൂ. ഭരണാധികാരികൾ നിന്ന് വ്യക്തമായ കുഫറും ബവാഹ്, യാതൊരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വ്യക്തമായ തെളിവുള്ള കുഫറുണ്ടാകുമ്പോൾ മാത്രമേ അവർക്കെതിരിൽ നിങ്ങൾ പുറപ്പെടാവൂ. പക്ഷെ അത് തന്നെയും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സാധിക്കും, അവരെ മാറ്റിയിട്ട് യഥാർത്ഥ ഒരു ഭരണം കൊണ്ടുവരാൻ കഴിയും, നീതിപൂർവമായ ഒരു ഭരണാധികാരിയെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ
അതിന് പോകുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ ജിഹാദി ഗ്രൂപ്പുകൾ ജിഹാദ് വിളിച്ച് ആളുകൾ പല ഭാഗത്തുനിന്നും വന്ന് ഇതാ അവിടെ പോയപ്പോ മരിച്ച ഷഹീദാവും എന്ന് പറഞ്ഞ ആളുകൾ പോയി അല്ലെ, ബഷാറുൽ അസദിനെ നീക്കാൻ വേണ്ടിയുള്ള യുദ്ധം ജിഹാദാണ് എന്ന് പറഞ്ഞ ലിബിയയിലേക്ക് കുറെ ആളുകൾ പോയി അല്ലെ, അല്ല സിറിയയിലേക്ക് പോയി, ഗദ്ദാഫി നീക്കാൻ അവർ ലിബിയയിലേക്ക് പോയി, ഒരുപാട് ചെറുപ്പക്കാർ പോയിട്ട് ഷഹീദാവുകയാണ്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ജിഹാദാണ്. ഇതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അരാജകത്വം ഇപ്പൊ ഈ 10 കൊടുത്ത ആളുകൾ തന്നെ പറഞ്ഞു, നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല, നമ്മൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓല് ഉദ്ദേശിച്ചമാതിരി നടക്കുമോ? പൊതുജനത്തിന് സ്വാതന്ത്ര്യം കൊടുത്താൽ, വിപ്ലവം ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തപ്പോ എന്താ നടക്കാൻ പോകുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ അതാണ് സുഹൃത്തുക്കളെ, ഈ വിഷയം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഷെയ്ഖ് അവറുകൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അവിടുത്തെ ഭരണാധികാരി തെറ്റായ ഒരു ചിന്താഗതി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. വാളും ശക്തിയും ഉപയോഗിച്ച് ജനങ്ങളെ അതിലേക്ക് നിർബന്ധിച്ചു. അതെന്താ? ഖുർആൻ മഖ്ലൂക്കാണ്, ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദം. അതിന്റെ പേരിൽ ഒരുപാട് പണ്ഡിതന്മാരെ അദ്ദേഹം പീഡിപ്പിച്ചു, ഭരണാധികാരി പീഡിപ്പിക്കുക, ഒരുപാട് രക്തം ചിന്തുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ചെറിയ കുട്ടികളുടെ നഴ്സറിയിൽ വരെ എന്ന് പറഞ്ഞ ചെറിയ കുട്ടികളെ വരെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അത് അംഗീകരിക്കാത്തവരെയൊക്കെ വാളിനിരയാക്കുന്ന, അവരെയൊക്കെ പീഡിപ്പിക്കുന്ന അവസ്ഥ വന്നു. പക്ഷെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സുന്നത്തിൽ ഉറച്ചു നിന്നു. ഖുർആൻ മഖ്ലൂഖ് അല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്നതിൽ ഉറച്ചു നിന്നു. ജനങ്ങൾക്ക് ആ വിഷയം പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിന്റെ പേരിൽ ഭരണകൂടത്തിനതിൽ വിപ്ലവം ഉണ്ടാക്കാനോ ഭരണാധികാരിക്കതിൽ ആളെ സംഘടിപ്പിക്കാനോ അദ്ദേഹം നിന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയുള്ള ബഗ്ദാദിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ ഉണ്ട്, കാര്യം വളരെ ഗൗരവമായിട്ടുണ്ട്, ഖൽഖുൽ ഖുർആൻ ഇവിടെ വ്യക്തമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളാരും ഈ ഭരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം അവരോട് തർക്കിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിൽ ഇതിനോട് വെറുപ്പുണ്ടാകാം, നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് പറയാം, പക്ഷെ ഒരിക്കലും തന്നെ ഭരണാധികാരിയുടെ അനുസരണത്തിൽ നിങ്ങൾ കൈയൊഴിയാൻ പാടില്ല. നിങ്ങൾ അനൈക്യമുണ്ടാക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനും പാടില്ല. അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ പരിണിതി എന്താണെന്ന് നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. ഇമാം ഹസൻ ബിൻ അലി അൽ ബർബഹാരിയുടെ അസുന്ന എന്ന ഗ്രന്ഥത്തിൽ ശറഹുസുന്നയിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഭരണാധികാരിക്ക് എതിരിൽ പ്രാർത്ഥിക്കുന്ന സുൽത്താൻ സാഹിബു ഹവൻ വൈദാ സമീത റജുൽ യദ്ഉ ലിസ്സുൽത്താനി ബിസ്സലാഹ് ഫഅലം അന്നഹു സാഹിബു സുന്ന ഇൻഷാ അല്ലാഹ്. കണ്ടോ, സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഭരണാധികാരിക്ക് നന്മ വരാനും ഭരണാധികാരിക്ക് നല്ല കൂട്ടുകാരൻ നൽകാനും നല്ല പിന്തുണക്കാരൻ നൽകാനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ഭരണാധികാരിക്ക് എതിൽ പ്രാർത്ഥിക്കുന്നത് ഹവയുടെ ആളുകളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നമുക്ക് വലിയ ചരിത്രത്തിൽ വേറെയും കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ ബനുൽ അബ്ബാസി ഭരണകൂടം, അവർ മുസ്ലിമീങ്ങളുടെ നാടുകൾ കീഴടക്കിയത് വാളുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ ശക്തി ഉപയോഗിച്ചാണ്, പണ്ഡിതന്മാരുടെയോ ദീനിന്റെ ആളുകളുടെയോ സഹായത്തോടു കൂടിയല്ല. ബനൂ ഉമയ്യയിൽപ്പെട്ട ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയാണ് യഥാർത്ഥത്തിൽ അവർ ഭരണം പിടിച്ചെടുത്തത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രക്തം ചിന്തുന്നതിൽ, മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ഒരു വലിയ പേരെടുത്ത ആളാണ് സഫാഹ്. പേരിനതാ, രക്തം ചിന്തുന്ന ആളാ. അദ്ദേഹം ഒരു ദിവസം തന്നെ 100ഓളം ആളുകളെ ബനൂ ഉമയ്യയിൽപ്പെട്ട പ്രമുഖന്മാരെ കൊലപ്പെടുത്തി. എന്നിട്ട് അവരുടെ ജഡങ്ങൾക്ക് മീതെ വിരിപ്പ് വിരിച്ച് അദ്ദേഹം അതിൽ കയറിയിരുന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ നിന്ന് കഴിക്കാൻ. അത്ര വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നും നമുക്ക് ഔസാഇയെ പോലെയുള്ള, ഇമാം മാലിക്കിനെ പോലെ, ഇമാം സുഹരിയെ പോലെയുള്ള, ലൈസ് ബിൻ സഅദിനെ പോലെയുള്ള, അതാ ബിൻ അബി റബാഹയെ പോലെയുള്ള ആളുകൾ, അവരുടെയൊക്കെ അന്നത്തെ നിലപാട് നമുക്ക് ഉദാഹരണമായി കാണുവാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം. നമുക്കറിയാവുന്ന, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചരിത്രം. ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി എന്ന് പറയുന്ന ആള്, അത് ബനൂ ഉമയ്യയുടെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരിയായിരുന്നു. അങ്ങേയറ്റത്തെ അക്രമവും അതുപോലെ തന്നെ അതിര് കടന്ന പ്രവർത്തനങ്ങളും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കലും അദ്ദേഹത്തിനൊരു ഹോബിയായിരുന്നു. അള്ളാഹുവിന്റെ പവിത്ര സ്ഥലങ്ങളെപ്പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മാനം കെടുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹജ്ജാജിന്റെ കാലത്ത് അവസാനം ഹറമിൽ അഭയം തേടി. പക്ഷെ ഹറമിന്റെ പവിത്രത പോലും കണക്കിലെടുക്കാതെ അദ്ദേഹത്തെ ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു സുബൈറിന് മക്കയിലും മദീനയിലുമുള്ള മൊത്തം സമൂഹം ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു.
മർവാൻ എന്ന ഉമവി ഭരണകർത്താവിന്റെ അവിടുത്തെ മക്കയിലും പരിസരവും ഭരിക്കാൻ കടപ്പെട്ട ഹജ്ജാജ് അവിടുത്തെ വാലിയായി വന്നിട്ട് അങ്ങേയറ്റത്തെ ദ്രോഹമാണ് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട്. അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഭരണാധികാരിക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുവാൻ രംഗത്ത് വന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന ഇബ്നുൽ മുസയ്യബ്, അതുപോലെ സയ്യിദ് ഇബ്നുൽ മുസയ്യബ്, ഹസനുൽ ബസരി, ഇബ്നു സീരിൻ, ഇബ്രാഹിം തൈമി, ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ഉമ്മത്തിന്റെ നേതാക്കളായിരുന്നു. അവരാരും ഹജ്ജാജിനെതിരെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ തുനിഞ്ഞില്ല എന്നത് സലഫികളുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഈ വായിച്ചത് ഈ ഗ്രന്ഥത്തിൽ ഷേഖ് ഈ ഉദ്ധരണി കൊടുത്തിട്ടുള്ളത് അദ്വറുസ്സനിയ ഫിൽ അജ്വിബത്തി നജ്ദിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇന്ന് ഷെയ്ഖുൽ ഇമാം അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ആലി ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടികളുടെ ആ പരമ്പരയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദുറസ്സനിയ എന്ന് എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ഞാനിത് പറഞ്ഞത് ഇതാണ് സലഫി ലോകത്തിന്റെ നിലപാട്. ഇന്ന് ജനങ്ങൾ ഈ അസലിനെ തന്നെ മറന്നുപോയിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ഇന്ന് ഭരണാധികാരികൾക്ക് വേണ്ടി ഹലേലുയ പാടുകയാണ് സലഫി പണ്ഡിതന്മാർ. ഭരണാധികാരികളെ പങ്കുപറ്റികളും അവർക്ക് ഓശാന പാടുന്നവരുമാണ് എന്നാണ് ഇഖ്വാനികളും അവരുടെ സഹയാത്രികരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭരണാധികാരികൾക്ക് അനുകൂലമായി ഫത്വ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭരണാധികാരിക്കും ഭരണീയർക്കും ഒരുപോലെ ഗുണം കിട്ടുന്നതാണ് സലഫി പണ്ഡിതന്മാർ ഈ വ്യക്തമായിട്ടുള്ള കാര്യം. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക, മുസ്ലിമീങ്ങളുടെ രക്തം എത്രമാത്രം പവിത്രമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹദീസുകൾ തന്നെ ഞാൻ ഈ കൊടുത്ത ഗ്രന്ഥത്തിൽ അദ്ദേഹം ഹദീസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ പ്രിയ പത്നി പറയണ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് പറഞ്ഞു, സയകൂനു ബഅദി ഉമറ ഫതഅരിഫൂന മിൻഹും വതുൻകിറൂൻ, എനിക്ക് ശേഷം ഉമറാക്കൾ ഭരണാധികാരികൾ ഉണ്ടാകും. അവരിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി കാണുന്ന കാര്യങ്ങളും തെറ്റായി കാണുന്ന കാര്യങ്ങളും ഉണ്ടാകും. ഫമൻ അൻകറ ഫഖദ് ബരിഅ, തെറ്റായ കാര്യം കാണുമ്പോൾ അതിനെ എതിർത്ത് നിഷേധിച്ച ഹൃദയം കൊണ്ട് എതിർത്താൽ അയാൾ കുറ്റത്തിന് രക്ഷപ്പെട്ടു. വമൻ കരിയ ഫഖദ് സലിമ, കണ്ടോ? അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്യമായി അതിനെതിരിൽ രംഗത്ത് വന്ന് ഭരണാധികാരിക്ക് എതിരിൽ രംഗത്ത് വരുന്നതിന് പകരം അതിനെ മനസ്സാ വെറുത്തുകൊണ്ട് ഒരാൾ നിന്നാൽ അയാൾ കുറ്റത്തിന് രക്ഷപ്പെട്ടു. വലാകിൻ മൻ റളിയ വതാബ, എന്നാൽ മാനസികമായി അതിനോട് തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെട്ടും അതേ പിന്തുടരുകയാണെങ്കിലോ അവർക്കായിരിക്കും കുറ്റമുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഭരണാധികാരികളിൽ നിന്നുണ്ടായാൽ അഫലാ നുനാബിദുഹും ബിസ്സൈഫ്, ഞങ്ങൾ വാളുകൾ കൊണ്ട് അവരെ എതിർക്കട്ടെ നബിയെ എന്ന് സഹാബികൾ ചോദിച്ചു. ഖാല ലാ, പാടില്ല. മാ ഖാമു ഫീകും സ്വലാത്ത്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് അത്. കണ്ടോ? അവർ നിങ്ങൾക്കിടയിൽ നമസ്കാരം നിലനിർത്തുന്നിടത്തോളം കാലം. അപ്പൊ നിസ്കാരം നിലനിർത്തുന്ന ഒരു അമീറാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസും ഷെയ്ഖ് ഹുബൈലാൻ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ബഅദി അഇമ്മ, എനിക്ക് ശേഷം ഭരണാധികാരികൾ ഉണ്ടാകും. ലാ യഹ്തദൂന ബിഹദി, എന്റെ ചര്യ അവർ മാർഗമായി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, എന്റെ മാർഗത്തെ അവർ മാർഗമായി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. വസയകൂനു ഫീകും റിജാലുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യക്തികൾ ഉണ്ടാവും. ഖുലൂബുഹും ഖുലൂബു ശയാത്തീൻ ഫി ജുസ്മാനി ഇൻസ്, മനുഷ്യന്റെ ശരീരമാകും പക്ഷേ ഹൃദയം ശൈത്താന്റെ ഹൃദയമാകും. അങ്ങനത്തെ ചില മനുഷ്യന്മാർ. ഖുൽതു കൈഫ അസ്നഉ ഇൻ അദ്റക്തു ദാലിക്, സഹാബി ചോദിച്ചു, ആ കാലഘട്ടത്തിൽ ഞാൻ എത്തിപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യണം? ആ കാലത്ത് ഞാനുണ്ടെങ്കിൽ. ഖാല തസ്മഉ വതുതിഉ ലിൽ അമീർ, ഭരണാധികാരിയെ കേൾക്കണം, അനുസരിക്കണം. വഇൻ ളറബ ലഹറക വഅഖദ മാലക്, നിന്റെ പുറത്ത് അവൻ അടിച്ചാലും നിന്റെ സമ്പത്ത് അവൻ പിടിച്ചെടുത്താലും ഫസ്മഅ വഅതി, കേൾക്കുക, അനുസരിക്കുക. ഇതും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇതുപോലെ കിതാബുൽ ഇമാറ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം ഇതുപോലെ ധാരാളം ഹദീസുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്നത്തുൻ നബവിയിൽ പറഞ്ഞിട്ടുള്ള ദീർഘമായ ഉദ്ധരണി ഇവിടെ ഷെയ്ഖുൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. അത് നമുക്ക് അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട്, അത്ര ഡീപ്പായിട്ട് ഈ വിഷയം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും ഞാൻ എനിക്ക് തിരിയുന്നില്ല. ഇവിടെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ അദ്ദേഹം പറഞ്ഞ വാചകം ഉദ്ധരിക്കാം. കാരണം സമാഅത്ത് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഹാദിഹിൽ ഖാഇദ ജയ്യിദ, ഭരണാധികാരികൾ ലാലിമാണെങ്കിലും ഫാസിഖാണെങ്കിലും അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കുക എന്നത് അത് പാടില്ല. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന ഈ തത്വം
അത് വളരെ നല്ല തത്വമാണ്. വലിത്തിയാൻ ബിഹാ ബഅദമാ സബഖ ജയ്യിദുൻ, അൽ ജമാഅ വേണം, അൽ ജമാഅത്ത് വിട്ടുപോകരുത് എന്ന കായിദക്ക് ശേഷം ഇത് കൊണ്ടുവന്നത് വളരെ നന്നായിട്ടുണ്ട്. ഫലൈസ മഅനാ ഖൗലി അഹ്ലുസുന്ന വൽ ജമാഅ അന്നഹു യസ്ബിറു അലാ ജൗരിൽ വുലാത്തി വൽ ഫുസാഖ് ലൈസ മഅനാഹു സുഖൂതു അനിൻ നസീഹ. ഭരണാധികാരികളുടെ അക്രമത്തിൽ ക്ഷമിക്കണം, അവരെ കാണിക്കുന്ന തമ്മാടികളാണെങ്കിൽ പോലും അവരെ അക്രമത്തിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനർത്ഥം നസീഹത്ത് നിർത്തിവെക്കണം, മൗനം പാലിക്കണം എന്നല്ല. ഭരണാധികാരികളോടുള്ള നസീഹത്ത് വേണം. ബൽ ഇന്ന നസീഹത തുബല്ലഗു ലഹും അലാ ഐദിൻ നാസിഹീനൽ ഉമന. വിശ്വസ്തരായ ഗുണകാംക്ഷികളായ ആളുകളിലൂടെ ഭരണാധികാരികൾക്ക് ആ നസീഹത്ത് എത്തിക്കണം. ഫമാ ബൈനഹും വബൈനഹും സിർറ. ഭരണാധികാരികൾക്കും പണ്ഡിതന്മാർക്കും ഇടയിൽ രഹസ്യമായിട്ടായിരിക്കണം അത് നടക്കേണ്ടത്. ഫഇന്ന ഹാദാ വാജിബ്, അന്നസീഹ വാജിബ. നസീഹത്ത് നിർബന്ധമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്, അദ്ദീനു അന്നസീഹ, ദീൻ എന്നത് നസീഹത്താണ്. ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോട്? ഖാല, അവിടുന്ന് പറഞ്ഞു, ലില്ലാഹി, അല്ലാഹുവിനോട്, വലി കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തോട്, വലി റസൂലിഹി, ഉണ്ടോ, അവന്റെ റസൂലിനോട്, വലിയ അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, മുസ്ലിം ഭരണാധികാരികളോടും അവരുടെ പൊതുജനത്തോടും. അപ്പൊ അവരോട് കൂറ് കാണിക്കുക എന്നത്, അവരോട് നുസ്ഹ കാണിക്കുക എന്നത് അത് നിർബന്ധമാണ്. തജിബ് മുനാസഹത്തും ബിത്തുർക്കിൽ കഫീലത്ത് ബിൽ മസ്ലഹ. പക്ഷെ മുനാസഹത്ത്, നസീഹത്ത് കൊടുക്കൽ എങ്ങനെയായിരിക്കണം? പൊതു നന്മയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം. ബിഅൻ യുനാസിഹു സിർറൻ, ഭരണാധികാരികൾക്കുള്ള ഉപദേശം രഹസ്യമായിട്ടായിരിക്കണം. വതുബല്ലഗ ലഹുൽ ഉമൂറു സിർറ, കാര്യങ്ങൾ അവർക്ക് രഹസ്യമായ മാർഗത്തിലൂടെ എത്തിക്കണം. ഫഇൻ അമലു ബിഹാ ഫൽഹംദുലില്ലാ, ഭരണാധികാരികൾ അത് സ്വീകരിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അൽഹംദുലില്ലാ. വഇല്ലം യഅമലു ബിഹാ ബരിഅത്തി ദിമ്മ, അവർ പ്രവർത്തിച്ചില്ലെങ്കിലും പണ്ഡിതന്റെ ഉത്തരവാദിത്വം തീർന്നു. ബരിഅത്തി ദിമ്മത്തുൻ നാസിഹ്, നസീഹത്ത് കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വം തീർന്നു. വലാ യജൂസു തശ്ഹീർ ബിഹിം ഫിൽ മജാലിസ്, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് ഭരണാധികാരികൾക്ക് യുദ്ധപ്രഖ്യാപനം നടത്തുക, അവരെ മോശമാക്കി സംസാരിക്കാൻ പാടില്ല. ഔ അലൽ മനാബിർ, പള്ളി മിമ്പറുകളിൽ വെച്ച് ഭരണാധികാരികൾക്കെതിരിൽ, ഇസ്ലാമിക ഭരണകൂടത്തിനെതിരിൽ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ആളുകൾ ഇളക്കി വിടുക പാടില്ലാത്ത. മഅമ്മത്തിന്നാസ്, പൊതുജനങ്ങൾക്ക് അത്തരം പ്രചരണം നടത്താൻ പളവിന്തൽ അസ്റാർ, തമ്മാടികൾക്കിടയിൽ. ഹാദാ ലൈസ മിനൻ നസീഹ, അത് നസീഹത്തല്ല. ഹാദാ മിനൽ ഗീബ, അത് ഗീബത്താണ്. വമിന തശ്ഹീർ വമിൻ ഇസാറത്തിൽ ഫിത്ന വലാ യുജ്ദി ശൈഅ ബൽ യുജ്ദിൽ അഖ്സ് അശ്ശർ വതഹരീസ്, അത് കുഴപ്പം വിളക്കി വിടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ, ഒരു നന്മയും അത് കൊണ്ടുവരുന്നതല്ല. ഇങ്ങനെ ശൈഖ് അവറുകളെ അതിന് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസ്, നഹാന ഖുബറാഉനാ മിൻ അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ, സഹാബികളിൽപ്പെട്ട പ്രമുഖന്മാരായ ഉന്നതന്മാരായ ആളുകൾ ഞങ്ങളോട് വിരോധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഖാലു, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ തസുബ്ബു ഉമറാഅക്കും, നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളെ ചീത്ത വിളിക്കരുത്. വലാ തഖശൂഹും, അവരെ നിങ്ങൾ വഞ്ചിക്കരുത്. വലാ തബ്ഗളൂഹും, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കരുത്. വത്തഖുല്ലാഹ വസ്ബിറു, അല്ലാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. ഫഇന്നൽ അംറ ഖരീബ്. കണ്ടോ, ഇത് ഹദീസ് വിശദീകരിച്ച് സമാഹത്ത് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറഞ്ഞത്, ലാ തസുബ്ബു ഉമറാഅക്കും എന്നത് അസ്സബ്ബു ലാ യഅതി ബിഖൈർ, ഭരണാധികാരികളെ പരസ്യമായി ചീത്ത വിളിക്കുക എന്നുള്ളത് ഒരു ഖൈറും ഉണ്ടാവില്ല. വഹുവ ലൈസ ബിനസീഹ സബ്ബുൻ ബഗീബ വഇസാറത്തു വൻശർ, കണ്ടോ, ആളുകൾ ഇളക്കി വിടലും ഷെറുമാണത് കൊണ്ടുണ്ടാകുന്ന, നസീഹത്തല്ലാതെ. വല്ലദി യുസമ്മിഹി നസീഹത്തൻ ളാലിമുൻ, അത് നസീഹത്താണെന്ന് പറയുന്നവൻ അക്രമിയാണ്. മാ ഹുവ ബിനസീഹ. കണ്ടോ, ഇങ്ങനെ ഹസറുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു അടിസ്ഥാന തത്വം ഇദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. തൽക്കാലം അത്രമാത്രമാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അൽ ഖായിദത്തു റാബിഅത അശറ, 14ാമത്തെ അടിസ്ഥാന തത്വം, അന്നഹും യഅതഖിദൂന അന്ന ഇത്തിബാഅൽ ലഹ്വാഇ ഫിദ്ദിയാനാസ് അൽ ബിദഅ അഅലമു മിൻ ഇത്തിബാഇൽ ലഹ്വാഇ ഫിശ്ശഹവാത്ത്. എഴുതുന്നുണ്ടോ? അന്നഹും യഅതഖിദൂന, അവർ വിശ്വസിക്കുന്നു, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു, എന്ത്? അന്ന ഇത്തിബാഅൽ ലഹ്വാഇ, ഹവകളെ പിൻപറ്റൽ, ദേഹേച്ഛകളെ പിൻപറ്റൽ, ഫിദ്ദിയാന, ദീനീ കാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങളുടെ ദേഹേച്ഛത, അൽ ബിദഅ, ബിദഅത്തുകളെ പിൻപറ്റൽ. അഅലമു മിൻ ഇത്തിബാഇൽ ലഹ്വാഇ, അഅലമു മിൻ ഇത്തിബാഇൽ ലഹ്വാഇ ഫിശ്ശഹവാത്ത്, മനുഷ്യന് ഇഷ്ടപ്പെട്ട ദേഹേച്ഛപരമായ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യങ്ങളെ പിൻപറ്റുന്നതിനേക്കാൾ ഗുരുതരമാണ്. മനസ്സിലായില്ലേ? മനുഷ്യന് ഇഷ്ടപ്പെട്ട ദുന്യവി കാര്യങ്ങളിലുള്ള ഇച്ഛയെ പിന്തുടരുന്നതിനേക്കാൾ ഏറെ ഗൗരവമാണ് ദീനീ കാര്യങ്ങളിൽ ഇച്ഛയെ പിന്തുടരുക എന്നത്. എന്ന് പറഞ്ഞാൽ
കുറ്റകരങ്ങളായ മഅസിയത്താണ്, അല്ല മഅസിയത്തിനേക്കാൾ ഗൗരവമാണ് ബിദ്അത്ത് എന്നാണ് ശൈഖ് അവറുകൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹവയെ പിന്തുടരുന്നതിനെ ഖുർആൻ എതിർത്തിട്ടുണ്ട്. സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്താണ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ള ഒന്നാമതായിട്ട്. കാരണം അഹ്ലു കിതാബിന്റെയും മുശ്രിക്കുകളുടെയും അവസ്ഥയാണിത്. ഫഇല്ലം യസ്തജീബൂ ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും. അവർ നബിയെ താങ്കൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, താങ്കളുടെ ദഅവത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, അവരവരുടെ ഹവകളെയാണ് പിന്തുടരുന്നത്. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹ്. അല്ലാഹുവിലുള്ള സന്മാർഗം കൂടാതെ ഹവയെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ളാലിമീങ്ങളായ ജനതയെ അല്ലാഹ് സന്മാർഗത്തിലാക്കുകയില്ല. സൂറത്തുൽ ഖസസ് 50. വേറെയും ചില ആയത്തുകൾ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്. വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അന്യായമായി അതിര് കവിയരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ. ഒരു ജനതയുടെ ഇച്ഛകളെ നിങ്ങൾ പിന്തുടരരുത്. ആ ജനത അവസ്ഥ എന്താ? ഖദ് ളല്ലൂ മിൻ ഖബൽ വഅളല്ലൂ കസീറ വളല്ലൂ അൻ സവാഇസ് സബീൽ. ശരിയായ മാർഗത്തിൽ തെറ്റിപ്പോവുകയും ധാരാളം ആളുകളെ വഴിപിഴപ്പിക്കുകയും മുമ്പേ പിഴച്ചു പോവുകയും ചെയ്തിട്ടുള്ളൊരു ജനത. അത്തരം ആളുകളെ ഹവകളെ നിങ്ങൾ പിൻപറ്റരുതേ എന്ന് വേദക്കാരോട് അള്ളാഹു പറഞ്ഞ ഭാഗം സൂറത്തുൽ മാഇദ 77-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ആ ഖിബല മാറ്റത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖിബല ബൈത്തുൽ മുഖദ്ദസ് മക്കയിലേക്ക് മാറിയപ്പോ പരിഹസിച്ചല്ലോ. അപ്പൊ അല്ലാഹു പറഞ്ഞു വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഖിബലഞ്ഞ് പഴയതന്നെ സ്വീകരിച്ചിട്ടൊന്നും കാര്യമില്ല, അവരെ മില്ലത്ത് നീ പിൻപറ്റിയാലല്ലാതെ അവർ നിന്നെ കുറിച്ച് തൃപ്തിപ്പെടില്ല മുഹമ്മദ്. ഖുൽ പറയണം, ഇന്ന ഹുദല്ലാഹ് ഹുവൽ ഹുദ. അള്ളാഹു നൽകുന്ന സന്മാർഗം അതാണ് യഥാർത്ഥ സന്മാർഗം. വലൈനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം. നിനക്ക് വന്നു കിട്ടിയിട്ടുള്ള ഇൽമിന് ശേഷം നീ അവരുടെ ഹവകളെ പിൻപറ്റിയാൽ മാലക മിനല്ലാഹി മിൻ വലിയ്യും വലാ നസീർ. അള്ളാഹുവിൽ നിന്നൊരു സഹായിയെയോ ഒരു രക്ഷകനെയോ നിനക്ക് കണ്ടെത്താനാവുകയില്ല. സൂറത്തുൽ ബഖറ 120. അപ്പൊ ഹവയെ പിൻപറ്റുന്നതിനെ വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം എതിർത്തിട്ടുണ്ട് എന്നാണ് ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ബിദ്അത്തിന്റെ ആളുകളുമായി നടത്തിയ ഒരു തർക്കത്തിൽ, ഒരു മുനാളറയിൽ അദ്ദേഹം പറയാണ്, ബിദ്അത്തുകാരൻ ശൈഖുൽ ഇസ്ലാമിനോട് പറഞ്ഞാൽ ബിദ്അത്തു മിസ്ലു സിന, ബിദ്അത്ത് വ്യഭിചാരം പോലെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വ്യഭിചാരത്തെ ആക്ഷേപിക്കുന്ന ഒരു റിപ്പോർട്ട്, ഒരു ഹദീസ് ഉദ്ധരിച്ച് ഫഖുൽതു ഹാദാ ഹദീസ് മൗളൂ'. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറഞ്ഞു? ഇത് റസൂലിന്റെ കെട്ടുണ്ടാക്കിയ ഹദീസാണല്ലോ. മൗളൂഇൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സിന മഅസിയ. സിന വ്യഭിചാരം ഏതായാലും കുറ്റമാണ്. വൽ ബിദ്അത്തു ശർറും മിനൽ മഅസിയ. എന്നാൽ ബിദ്അത്ത് ഈ മഅസിയത്തിനേക്കാൾ ശർറാണ്. എന്നിട്ട് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വാക്കെടുത്ത് ഉദ്ധരിച്ചു. ഏതാ? അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം, മഅസിയത്തിനേക്കാൾ ഇഷ്ടം, ഒരാൾ കള്ളുടിക്കുന്ന വ്യഭിചരിക്കുന്നതിനേക്കാളും ഇബ്ലീസിന് ഏതാ ഇഷ്ടം? അയാൾ ബിദ്അത്ത് വിശ്വസിക്കലും ബിദ്അത്ത് പ്രവർത്തിക്കലുമാണ് ഇബ്ലീസിന് ഇഷ്ടം. മനസ്സിലെ? കള്ളുടിയനേക്കാളേറെ ഇഷ്ടം ആരെയാണ്? യാറപ്പൂജകനെയാണ്, അല്ലെങ്കിൽ ഖുറാഫാത്തുകാരനെയാണ്. ഫഇന്നൽ മഅസിയത യുതാബു മിൻഹ. കാരണം കുറ്റകൃത്യങ്ങൾ പ്രവർത്തിക്കുന്ന ആൾ അതിൽ തൗബ ചെയ്തേക്കാം. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ. ബിദ്അത്തും തൗബ ചെയ്യൂല. കാരണം എന്താ? ബിദ്അത്ത് ചെയ്യുന്നവന്റെ വിചാരത്തിൽ സുന്നത്താണെന്നാ. പടച്ചവന്റെ അടുത്ത് രക്ഷപ്പെടാനും കൂടുതൽ അവനോട് അടുക്കാനും പറ്റിയത് ഇതാണെന്നാണ് അവന്റെ വിശ്വാസം. അപ്പൊ ബിദ്അത്തുകാരൻ ഒരിക്കലും എന്ത് ചെയ്യൂല? തൗബ ഉണ്ടാവില്ല, തൗബ ചെയ്യാൻ സന്നദ്ധനാവില്ല. പക്ഷേ കള്ളുടിയനും വ്യഭിചാരിയും ഒക്കെ എപ്പോഴും മനസാക്ഷി കുത്തുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്ത് ചെയ്യാം? തൗബ ചെയ്തേക്കാം. അതുകൊണ്ട് കള്ളുടിയേക്കാളും വ്യഭിചാരത്തെക്കാളും ഒക്കെ ഗൗരവമുള്ളത് ഏതാ? ബിദ്അത്താണ്. സുന്നത്തിൽ നിന്ന് വ്യതിയാനമായി കൂടുതൽ പുണ്യം കിട്ടാനെന്ന പേരിൽ മതത്തിൽ പുതിയതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കടത്തിക്കൂട്ടുക എന്നത്, ആ അത്തരം ബിദ്അത്തുകളാണ് മഅസിയത്തിനേക്കാൾ ഗൗരവം എന്ന് സുഫിയാൻ സൗരിയുടെ വാക്കുദ്ധരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തോട് മുബ്തദീനോട് സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ സുഹൃത്തുക്കളെ, ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. ബിദ്അത്തിന്റെ കക്ഷിക്ക് ഉദാഹരണമാണ് ഖവാരിജുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് ഓരിവെക്കുമ്പോൾ ഒരാൾ പറഞ്ഞല്ലോ, അല്ലേ, യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീ നീതി കാണിക്കണം. റസൂലുള്ളാഹിക്ക് വല്ലാതെ പ്രതികരിക്കാനാ തോന്നിയത്. എന്താ പറഞ്ഞത്? ഞാൻ നീതി കാണിച്ച് മറ്റാരാണ് നീതി കാണിക്കാൻ എന്ന് തിരിച്ചു ചോദിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന്റെ പിറകിൽ നിന്ന് കുറച്ചാളുകൾ, ഇവന്റെ സന്താന പരമ്പരയിൽ നിന്ന് പിൻഗാമികളിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്. അവരെ അവസ്ഥ പറഞ്ഞെന്താ?
യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം, അവരെ നമസ്കാരം നിങ്ങളെ നമസ്കാരം തട്ടിച്ചു നോക്കിയാൽ നിങ്ങളെ നിസ്കാരം നിസ്സാരം, അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും. സിയാമുഹു മഅ സിയാമിഹിം, അവരെ നോമ്പ് നിങ്ങളെ നോമ്പ് തൊട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളെ നോമ്പ് നിസ്സാരായി തോന്നും, അത്ര വലിയ നോമ്പുകാരായിരിക്കും. ഖിറാഅത്തു മഅ ഖിറാഅത്തിഹിം, അവരെ ഖുർആൻ പാരായണം നിങ്ങളെ ഖുർആൻ പാരായണം തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളെ ഖുർആൻ പാരായണം നിസ്സാരമായി തോന്നും. പക്ഷേ യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും, ഖുർആൻ ഓതും പക്ഷേ അത് തൊണ്ടക്കുഴി വിട്ട് ഇങ്ങോട്ട് ഇറങ്ങൂല. യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ, വേട്ടമൃഗത്തെ തുടച്ച് അമ്പ് അപ്പുറം കിടക്കുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. ലൈൻ അദ്റക്തുഹും ലഅഖ്തുലഹും ഖത്ല ആദ്, ആദ് സമൂഹത്തെ കൊന്നൊടുക്കിയ പോലെ ഞാൻ അവരെ കൊന്നൊടുക്കും, എനിക്ക് അവരെ കിട്ടിയാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാരെ പറ്റി പറഞ്ഞതാ? ഖവാരിജികളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. അത് കണ്ടോ? അപ്പൊ വ്യഭിചാരികളും തമ്മാടികളും താന്തോന്നികൾക്ക് തന്റെ ഉമ്മത്തിൽ ഉണ്ടാവുന്ന റസൂലുള്ളാഹിക്ക് അറിയാം അല്ലേ? ഉറപ്പാണല്ലോ. പക്ഷെ അവരെ കുറിച്ച് ഇത്ര കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. എന്താ കാരണം? കാരണം ഇത് ആളുകളെ തെറ്റിലേക്ക് നയിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അവരെ ഇബാദത്തും അവരെ സുഹുദും ഒക്കെ കണ്ടാൽ ആളുകൾ പെട്ടുപോകും. ഓ എന്താ പോലെ നിസ്കാരം, എന്താ പോലെ നോമ്പ്. പക്ഷെ തനിച്ച ഖവാരിജികളായിരിക്കും. ഇപ്പോ ഒമാനിലുള്ള ഇബാലിയ എന്ന ഗ്രൂപ്പ്, അതിനെ സംബന്ധിച്ച് സലഫി ഉലമാക്കൾ പറയുന്നത് ഖവാരിജുൽ ജുദദ് എന്നാ, പുതിയ ഖവാരിജികൾ എന്നാണ്. ഇപ്പൊ എല്ലാവരും സൗദി അറബ് ലോകത്തെ മൊത്തം ആളുകളും സൗദിയെ ആശ്രയിക്കുകയും സൗദിയിൽ മാസപ്പുറം വേണ്ട പിന്നെ പെരുന്നാളും നോമ്പൊക്കെ ആഘോഷിക്കുകയും ചെയ്യും. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ഒമാൻ ആഘോഷിക്കില്ല, അത് എടുക്കുന്നില്ല. കാരണം സലഫികളോടുള്ള അങ്ങിച്ച വിരോധമാണ് അവരോട്. അവർ തുടർന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല എന്നാണ് സലഫി ഉലമാക്കൾ പറയുന്നത്. നമ്മളൊക്കെ പണ്ട് ഒമാനിൽ പോകുമ്പോൾ അത് അറിഞ്ഞിട്ടേനല്ല, മനസ്സിലായില്ലേ? ഇനി മടക്കി നിസ്കരിക്കേണ്ടി വരുമോ എന്നുള്ളതാ. അത്ര ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് സലഫുകൾ പറഞ്ഞിട്ടത്. അപ്പോ മതപരമായ വിഷയത്തിൽ അതിര് കവിഞ്ഞ് ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ അത് ദീനീ സമൂഹത്തിൽ വളരെ ഗൗരവമുള്ളതാണ്. കാരണം മുബ്തദിഇന്റെ ഒരു അമലും അല്ലാഹ് സ്വീകരിക്കൂല എന്നുള്ളതാണ് അല്ലേ? ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ സാഹിബി ബിദ്അൻ കുല്ലി സാഹിബ് ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തിനെ പാടെ ഉപേക്ഷിക്കുന്നതുവരെ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. തൗബ അല്ലാഹ് തടഞ്ഞു വെച്ചിരിക്കുന്നു, തൗബ അങ്ങോട്ട് എത്തൂല. അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് റബ്ബി ഗ്ഫിർലി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എത്തൂല. പിന്നെന്താ അവസ്ഥ? അള്ളാഹു തൗബ സ്വീകരിക്കാഞ്ഞാൽ ഇസ്തിഗ്ഫാർ കിട്ടാൻ ഞാൻ സ്വർഗത്ത് പോകാൻ പറ്റുമോ? അപ്പൊ തവ ശിർക്ക് കൊണ്ട് അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലെ ബിദ്അത്ത് കൊണ്ട് തൗബ തടയപ്പെടും. ശൈഖ് അവറുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, വഫീഹി ദലീലുൻ ലിമഷ്തഹറ അനി സലഫ് അന്നല്ലാഹ ലാ യഖ്ബലു മിനൽ മുബ്തദി അമല. സലഫുകളിൽ പലരും പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനമാണ്, അള്ളാഹു മുബ്തദിയിൽ നിന്നും ഒരു അമലും സ്വീകരിക്കുകയില്ല. വഅന്നൽ ഇത്തിബാ മുതഅല്ലഖും ബിൽ ഉലൂഹിയ്യ കമാ തഖദ്ദമ ഫിൽ ഖാഇദത്തൈനിൽ ഉലൈനി. കണ്ടോ? ഇത്തിബാഇ എന്നത് ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇഖ്ലാസ് ഉള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലോ ഇബാദത്ത് അവന് മാത്രമാക്കുന്നവർക്ക് മാത്രമേ ശരിയായ ഇത്തിബാഅ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിദ്അത്തുകളിൽ അകപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം. ബിദ്അത്ത് കർമ്മത്തിൽ മാത്രമല്ല, വിശ്വാസത്തിലും വരും. മനസ്സിലായില്ലേ? തെറ്റായ പുത്തൻ വിശ്വാസങ്ങൾ, പുത്തൻ വാദങ്ങൾ അത് വിശ്വാസ കാര്യങ്ങളിലും വരും, അതുപോലെ കർമ്മങ്ങളിലും വരും. അതുകൊണ്ട് ബിദ്അത്തിന്റെ ഗൗരവം, അതുകൊണ്ടാണല്ലോ എല്ലാ പ്രസംഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്, പുത്തനാശയങ്ങളാണ്. പുത്തനാശയങ്ങളൊക്കെ സന്മാർഗത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. ആ വ്യതിയാനങ്ങളുടെ പര്യവസാനം നരകത്തിലാണ്. കണ്ടോ? എല്ലാ ഖുതുബിലും അന്ന് ബിദ്അത്തുകളൊന്നും ഇല്ല മുസ്ലിം ഉമ്മത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ബിദ്അത്തുകളില്ല. പക്ഷേ റസൂൽ അവർ അന്നു മുതൽക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ കാര്യം ഗൗരവമാണ്. സുന്നത്തിന്റെ കുപ്പായമിട്ട ബിദ്അത്ത് ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചറിയാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. കാരണം ആളുകൾ ദീന് പഠിക്കുന്നില്ല. അത് ദുആഅല്ലേ, ദിക്റല്ലേ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, നല്ലതല്ലേ, സലാത്തല്ലേ, വജീനല്ലേ, എന്തിനാ ഞങ്ങളത് മുടക്കണത് എന്ന് പറഞ്ഞിട്ടാണ് ബിദ്അത്ത് അത് ന്യായീകരിക്കുന്നത്. ദുആആകട്ടെ, ദിക്റാകട്ടെ, ഭക്ഷണം കൊടുക്കലാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ പ്രമാണം ലഭിക്കാതെ, ഖുർആനിന്റെ പിന്തുണയില്ലാതെ ഒരൊറ്റ പുണ്യകർമ്മം ഉണ്ടാവില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. എത്ര ഇഖ്ലാസോടെ ചെയ്തിട്ടും കാര്യമല്ല. ഇപ്പൊ മരിച്ചേർത്ത് ഖുർആൻ ഓതുന്നവൻ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നവൻ, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നവൻ, അവർക്കൊക്കെ മനസ്സിൽ പടച്ചവന്റെ അടുത്ത് കൂലി കിട്ടണേ എന്ന അവരാഗ്രഹം.
അല്ലേ? കൂലി കിട്ടുന്നതാണ് അവരെ പ്രതീക്ഷ. പക്ഷെ കിട്ടുമോ? കിട്ടൂല. എത്ര ആത്മാർത്ഥമായി ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹ് കബൂലാക്കൂല. അതാണ് ഈ കിതാബിന്റെ ആദ്യത്തിൽ പറഞ്ഞത്. ദീനിന്റെ 2 അസിലെന്താ? ഒന്ന് ഇഖ്ലാസ്, എല്ലാ ഇബാദത്തും എല്ലാ പുണ്യകർമ്മം അള്ളാഹ് കൊണ്ട് മാത്രമാക്കുക. മറ്റൊന്ന് ഇഖ്ലാസ് മാത്രം പോലെ എന്ത് വേണം? ഇത്തിബാ, റസൂൽ കാണിച്ചു തന്നത് പോലെയാകണം. ഒരാൾ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഒരു പുണ്യകർമ്മം ഉണ്ടാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ടോ ഇസ്ലാം? കൊടുത്തിട്ടില്ല. അപ്പൊ അത് അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് മഅസിയത്തിനേക്കാളേറെ, കുറ്റകൃത്യങ്ങളെക്കാളേറെ ബിദ്അത്തുകളെയാണ്, പുത്തനാശയങ്ങളെയാണ്, മതത്തിലെ പുതുനിർമ്മിതികളെയാണ് സലഫികൾ ഗൗരവമായി കാണുന്നത്. ഇവിടെ പൊതുസമൂഹത്തില് സലഫി ദാവയും മറ്റു ദാവയും തമ്മിൽ വേർതിരിയുന്ന ഒരു പ്രധാന രംഗമാണിത്. ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കയ്യടി വാങ്ങുന്നതിന് വേണ്ടി സാമൂഹ്യ ജീർണതകൾക്കെതിരിൽ, പലിശക്കെതിരിൽ, സ്ത്രീധനത്തിനെതിരിൽ, കരിഞ്ചന്തക്കെതിരിൽ, പൂഴ്ത്തിവെപ്പിനെതിരിൽ, അല്ലേ, അതുപോലെ ലൈംഗിക അരാജകത്വത്തിനെതിരിൽ ഒക്കെ ആളുകളെ സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. മദ്യപാനത്തിനെതിരിൽ, മദ്യാസക്തിക്കെതിരിൽ, ഇതിനൊക്കെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് ആളുകളെ കയ്യടി വാങ്ങാം. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവർ തനിച്ച മുബ്തദീകളെ അവഗണിക്കുക ചെയ്യുന്നത്. അവരുടെ ബിദ്അത്തുകൾ, ഇവിടെ തൊട്ട് കാണിക്കാവുന്ന ബിദ്അത്തുകളുണ്ട്, അതിനെക്കുറിച്ച് അവരും മിണ്ടുന്നില്ല എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സലഫി ദഅവ എപ്പോഴും ഊന്നി നിൽക്കുന്നത് ഇതിലായിരിക്കും. അടുത്തത് അൽ ഖാഇദത്തുൽ ഖാമിസത അശറ, 15ാമത്തെ തത്വം. അന്ന ദഅവതഹും ളാഹിറത്തുൽ ലിന്നാസി ജമീഅ. അഹ്ലുസുന്നയുടെ ദഅവത്ത് എല്ലാ ജനങ്ങൾക്കും വ്യക്തമായതായിരിക്കും. എന്താണല്ല, നിഗൂഢത ഉണ്ടാവില്ല. വളരെ സുതാര്യമായി ആർക്കും കാണാവുന്ന പ്രത്യക്ഷമായ ദഅവയായിരിക്കും. ലാ സിർരിയത ഫീഹ, അതിൽ യാതൊരു ഗൂഢ സ്വഭാവം ഉണ്ടാവില്ല, രഹസ്യ സ്വഭാവം ഉണ്ടാവില്ല. തഖ്സീസ്, ചില ആളുകൾക്ക് പ്രത്യേകമായൊരു ദഅവ, ആളുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ദഅവ, അതുണ്ടാവില്ല. എല്ലാവർക്കും പൊതുവായതും ഒരു തരത്തിലുള്ള നിഗൂഢതയില്ലാത്തതുമായിരിക്കും, സുതാര്യമായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? ഒരിക്കലും ആളുകളെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്യാത്ത പൊതുവായതുമായിരിക്കും. എന്തായത്? അന്ന ദഅവതഹും ളാഹിറത്തുൽ ലിന്നാസി ജമീഅ, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും പ്രത്യക്ഷമായതുമായിരിക്കും. ലാ സിർരിയത ഫിയ, ലാഹിറത്തിന്റെ ഓപ്പോസിറ്റ്, ലാ സിർരിയത ഫിയ, അതിലെന്തില്ല? രഹസ്യ സ്വഭാവം ഉണ്ടാവൂല, ഗൂഢപ്രവർത്തനം ഉണ്ടാവില്ല. വല തഖ്സീസ്, ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളതിന് പകരം ചില പ്രത്യേകക്കാരായ ആളുകൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് മാത്രമുള്ള ദഅവ, അതും സലഫി ദഅവത്തിൽ ഉണ്ടാവൂല. എന്നിട്ട് തെളിവ് പറഞ്ഞതാണ് സൂറത്ത് യൂസുഫിലെ 108ാമത്തെ ആയത്ത്. നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്ന ആയത്താണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പറയുക നബിയെ, ഇതാകുന്നു എന്റെ മാർഗം, ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പരിശുദ്ധനത്രേ, ഞാൻ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടവനല്ല. കണ്ടോ? അപ്പൊ തന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ശിർക്കുമായി ബന്ധമുള്ള ആളല്ല ഞാൻ, അത് പരസ്യമായിട്ട് പറയാണ്. ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയുക നബിയെ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാകുന്നു. ഞാൻ എല്ലാവരിലേക്കുമുള്ള അള്ളാന്റെ ദൂതനാണ്, ചില പ്രത്യേകക്കാരെ മാത്രം നന്നാക്കാനുള്ള റസൂലല്ല. അദ്ദേഹത്തിൽ വിശ്വസിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അറാഫ് 158ാമത്തെ ആയത്ത്. ഒരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി, എനിക്ക് വസിയത്ത് നൽകിയാലും ഉപദേശം നൽകിയാലും. ഖാല, അവിടുന്ന് പറഞ്ഞു, വഅബ്ദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ശൈആ, അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വാഖിമിസ് സ്വലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. വാതി സക്കാ, സക്കാത്ത് കൊടുക്കുക. വസും റമളാൻ, റമളാനിൽ നോമ്പെടുക്കുക. വഹുജ്ജൽ ബൈത വഅതമിർ, ഹജ്ജും ഉംറയും ചെയ്യുക. വസ്മഅ വഅതിഹ്, ഭരണാധികാരിയെ അനുസരിക്കുക, കേൾക്കുക. വഅലൈക ബിൽ അലാനിയ, നീ പരസ്യ സ്വഭാവത്തെ മുറുകെ പിടിക്കണം. വയ്യാക വസ്സിർ, ഗൂഢ സ്വഭാവത്തെ സൂക്ഷിക്കണം. ഇബ്നു അബി ആസിം തന്റെ അസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ സഹീഹായ സനദോടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ദിലാലുൽ ജന്ന എന്ന പേരിൽ ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന ഷെയ്ഖ് അൽബാനിയുടെ തഖ്രീജോട് കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇസ്നാദുഹു ജയ്യിദ് എന്നാണ് ഷെയ്ഖ് അവർ അതിന് കൊടുത്തിട്ടുള്ള ഹുക്മ്. അപ്പോ സ്വീകാര്യമായ ഹദീസാണ്. അപ്പോ
അലാനിയ ദീനീ പ്രവർത്തനത്തിൽ നിഗൂഢത പാടില്ല. അല്ലേ? വളണ്ടിയർക്കോറൊക്കെ നമ്മൾ എതിർക്കാനുണ്ടായ കാരണം സെലഫിയത്തിനെതിരാണെന്ന് പറയാനുള്ള കാരണം എന്താ? അതൊരിക്കലും സെലഫികളുടെ രീതിയേ അല്ല. പിന്നെ ലാഹിരീന ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. കണ്ടോ? അതും തെളിവായി ശേഖ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എപ്പോഴും ഹക്കിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരായി നിൽക്കും. അവിടെ വിജയം വരിച്ചവർന്ന് മാത്രമല്ല, ലുഹൂർ വിജയവുമാണ്, അതേസമയം പ്രത്യക്ഷപ്പെടലുമാണ്. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ കൈയൊഴിച്ചവർക്ക് അവർ ഉപദ്രവം വരുത്താൻ കഴിയില്ല. ഹത്താ യഅതി അംറുല്ലാഹി വഹും കദാലിക, അള്ളാഹിന്റെ കൽപ്പന വരുന്നവരും അവരപ്രകാരം തന്നെയായിരിക്കും. ആ മുസ്ലിമിന്റെ ഹദീസാണ്. ഇവിടെ നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു അസറുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അസർ എന്താ അറിയോ? ഇദാ റഅയ്ത ഖൗമൻ യതനാജൗന ഫീ ദീനിഹിം ദൂനൽ ആമ്മ, പൊതുജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദീനിന്റെ കാര്യത്തിൽ കുസുകുസു പറയുന്ന, സ്വകാര്യം പറയുന്ന ആരെങ്കിലും നീ കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹും അലാ തഅസീസി ലലാല, ഒരു ലലാലത്തിന് അടിത്തറയിടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ കുസുകുസു പറയല്, പ്രത്യേകം മീറ്റിംഗ് കൂടിയിട്ട് യോഗത്തിന് മുമ്പൊരു മീറ്റിംഗ്, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് യോഗത്തിലെ തീരുമാനമാണ്. ഒരുത്തൻ ആ മൂലക്കിരിക്കും, മറ്റോ ഈ മൂലക്കിരിക്കും, മറ്റോ അപ്പുറം മൂലക്കിരിക്കും. പിന്നെ നാലാളും ഒപ്പിരുന്നാണ് തീരുമാനിച്ചു വന്നതാ. എന്നിട്ട് ഒരുത്തൻ ഒന്ന് പറയും, മറ്റവൻ അതിനെ പിന്താങ്ങും, അപ്പൊ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യും. അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്റെ എഴുതിക്കാളിന്ന് മറ്റോനും തീരുമാനമായി. നല്ല കൂടിയാലോചന നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ നാലാൾ ഒത്തു വന്നതാ. ഇങ്ങനത്തെ ഗൂഢപ്രവർത്തനം ഇതൊക്കെ സെലഫിയത്താണെന്ന് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ അല്ലാതെ യോഗത്തിന് വന്നിട്ട് അപ്പൊ തോന്നിയ അഭിപ്രായം പറയില്ല. ഒക്കെ നേരത്തെ ആലോചിക്കണം, ഒരു ആസൂത്രണം വേണം. ചിന്താഗതി പക്വമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അത് ആവശ്യമാണ്. പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് KP മുഹമ്മദ് മൗലവി റഹിമഹുള്ള കാലത്ത് പറയും, തൗഹീദുള്ള ആളുകളെ ബിസ്മി ചൊല്ലിയിട്ട് ഇരുന്നിട്ട് കൂടിയാലോചിച്ച് തീരുമാനം എടുത്താൽ അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ ബർക്കത്തുണ്ടാവുന്നു. സത്യമാണത്. അതിനൊരു പ്രീ മീറ്റിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുസുകുസു പറയുന്നവരെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ പ്രമുഖന്മാര് പറഞ്ഞല്ലേ, ഈ സാധാരണക്കാരെയൊക്കെ മാറ്റി നിർത്തി ഞങ്ങളെ പ്രത്യേകം കൂട്ടിപ്പിടിക്കുക, ഞങ്ങൾ എന്റെ അണഞ്ഞ ആളുകളാക്കി. റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞെന്താ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വല്ലശി യുരീദുന വജഹ വലാ തഅദു ഐനാക അൻഹും. അള്ളാഹു തങ്ങളുടെ റബ്ബിനോട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ കൂടെ നീ നിന്റെ ശരീരത്തെ കെട്ടിയിടുക, അവരോടൊപ്പം ക്ഷമിച്ചു നിൽക്കുക. അവർ അള്ളാഹുവിന്റെ വജഹ് മാത്രം ഉദ്ദേശിക്കുന്നവരാ, അവരെ വിട്ട് നീ പോകരുത്. സൂറത്തുൽ കഹഫ് 28. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നതും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതും നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാരെ കൊണ്ടല്ലേ എന്ന് റസൂലുള്ളാഹി ചോദിച്ച ഹദീസും ഷെയ്ഖ് അവറുകൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇൽമ് നശിക്കും അത് സിറായാൽ. ഒരു ഇമാം ബുഖാരി വായത്തിനോട് ഒരു ബാബു കൈഫ യുഖ്ബലുൽ ഇൽമു എന്ന് പറഞ്ഞ അധ്യായത്തിൽ വഖതബ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബൂബക്കർ ബിൻ ഹസ്ബ്, അബൂബക്കർ ബിൻ ഹസ്ബിന് എഴുതിയ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു ലെറ്റർ, ഒരു കത്ത്. അതിലെന്താ ഉള്ളത് അറിയോ? ഉൻദുർ മാ കാന മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്തുബുഹു, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ നീ എഴുതി വെക്കണം. ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി പറയാം. ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽം, ആ ഇൽമ് ഹദീസ് വിജ്ഞാനം തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വദഹാബൽ ഉലമാ, പണ്ഡിതന്മാർ മരിച്ചു പോകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. വലാ തഖ്ബലില്ല ഹദീസൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ലാതെ മറ്റൊന്നും നീ സ്വീകരിക്കേണ്ടതില്ല. വലിതുഫ്ശുൽ ഇൽമ വലിതജ്ലിസു ഹത്താ യുഅല്ലമ മൻ ലാ യഅലം. കണ്ടോ, ഇൽമ് പ്രചരിക്കണം, പിന്നെ അറിയാത്തവർ പഠിപ്പിക്കപ്പെടുന്നത് വരെ നീ അവരോട് പിരിക്കണം. ഫൈനൽ ഇൽമ ലാ യഹ്ലികു ഹത്താ യകൂന സിറ, ഇൽമ് നശിക്കുകയില്ല അത് സിറാകുന്നത് വരെ. കണ്ടോ, അപ്പൊ ഇൽമ് ഇസ്ലാമിക വിജ്ഞാനം എപ്പോഴും പരസ്യവും സുതാര്യവുമായിട്ട് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ശറഈയായ ഉലൂമുകൾ സമാഹത്തു ശൈഖ് സാലിഹുൽ ഫൗസാൻ ഇവിടെ പറഞ്ഞ താലീമുൽ ഉലൂമി ശറഈയ വ ബയാനുദ്ദീൻ ലിന്നാസ്, ശറഈയായ ഇൽമു പഠിപ്പിക്കലും ജനങ്ങൾക്ക് ദീൻ വിവരിച്ചു കൊടുക്കലും യജിബു അൻ യകൂന അലാനിയതൻ ഫിൽ മസാജിദ്, പള്ളികളിൽ വെച്ച് പരസ്യമായിട്ടായിരിക്കണം. ഫി മജാമിഇൻ നാസ്, ജനങ്ങളുടെ സദസ്സിലായിരിക്കണം. യുശ്റഹ ലഹുമുദ്ദീൻ, ദീൻ അവർക്ക് വിവരിക്കപ്പെടണം. വതുബയ്യന ലഹുൽ അഹ്കാം ശറഈയ, ശറഈയായ ഹുക്മുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ലിയന്തഫി അൽ ജമീഅ, എല്ലാവർക്കും അതിന്റെ ഉപകാരം കിട്ടാൻ. വയന്തശിറൽ ഖൈർ, ഖൈർ പ്രചരിക്കാൻ. ഹാദാ മഅന ദഅവതുഹും ആമ്മ.
കണ്ടോ, സലഫികളുടെ ദഅവത്ത് ആമ്മത്താണ്, പൊതുവായതാണ് എന്ന് പറഞ്ഞ അതാണ്. അത് പ്രത്യേക ആളുകളെ മാത്രം വിളിച്ചുകൂട്ടി പ്രത്യേക ആളുകൾക്ക് മാത്രം കൊടുക്കുന്നല്ല. പൊതുജനങ്ങൾ സമ്മേളിക്കുന്ന, അല്ലെ, ആർക്കും കയറി വരാവുന്ന പൊതുസ്ഥലമായത് പള്ളി. അവിടെ വെച്ച് ദീൻ പഠിപ്പിക്കുക, ദീന്റെ ദർസ് നടത്തുക, ആർക്കും കേൾക്കാം. താലീമുന്നാസിൽ ഖൈർ താലീമുഹും ഉമൂറുദ്ദീൻ ഉമൂർ ഇബാദ, ഇബാദത്തിന്റെ കാര്യം, ദീനിന്റെ കാര്യങ്ങളൊക്കെ. താലീമുഹും മുആമലാത്തുസ് സഹീഹ, പൊതുജനങ്ങൾ മനുഷ്യരുമായുള്ള സമ്പർക്കങ്ങൾ എങ്ങനെയായിരിക്കണം, കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കേണ്ടത്. തെറ്റായ രീതി എന്താണ്, മുആമല ഫാസിദ, തെറ്റായ സമ്പർക്കങ്ങൾ എങ്ങനെയാണ്. താലീമുൽ അഖ്ലാഖിൽ ഫാദില, വിശിഷ്ടമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുക. വനഹ്യുമനിൽ അഖ്ലാഖി സയ്യിഅ, ദുഷിച്ച സ്വഭാവങ്ങളിൽ ആളുകളെ വിരോധിക്കുക. ആദിഹിൽ ഉമൂർ യജിബു അൻ തകൂന ആമ്മ യഉമ്മു അൻ-നഫ്ഉ ബിഹാ തകൂന അലാനിയതൻ ഫിൽ മസാജിദ് ഫീ തജമ്മുആത്തിൻ നാസ് ലിഅന്ന ഫീഹാ മസ്ലഹ. ഇതെല്ലാം പൊതുജനങ്ങൾക്ക് പൊതുവായി പള്ളികളിൽ വെച്ച് നൽകേണ്ട ദർസുകളാണ്. അതിന്റെ ഉപകാരം പൊതുവായി ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അമ്മാ ഇദാ ഖസ്സത് ഫീ നാസിൻ ഫഖത്ത് മുഅയ്യനീൻ കാൻ യഖുൽ നഖ്റുജ് ബിരിഹ്ല ബിമുഖയ്യം നഅ്തസിൽ അൻ-നാസ് ലിഅജ്ലി ദഅവ ഫനഖുലു ഹാദാ മാ യജൂസ്. കണ്ടോ, ഇഖ്വാനികള് പിന്നെ സൗദിയിലൊക്കെ യുവാക്കളെ വഴിതെറ്റിക്കാൻ കണ്ടുപിടിച്ച എന്താണെന്നറിയോ, മുഖയ്യം സൈഫിയ. എന്നിട്ട് പിന്നെ ചൂട് കാലത്ത് മരുഭൂമിയിലേക്ക് ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് പോകും. അവിടെ പ്രത്യേക ടെന്റൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ട്, അപ്പൊ ആളുകൾ ചെറുപ്പക്കാർക്കൊക്കെ രസമാണല്ലോ. മുഖയ്യമാത്തു സൈഫി. എന്നിട്ട് അതിന് വലിയ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ആളുകളെ വിളിക്കും. അത് മുഴുവൻ കൊണ്ടുപോയി ഇഖ്വാനികളാണ്. പള്ളികളിൽ ഇരുന്ന് ദർസെടുക്കുന്ന ഉലമാക്കളടുത്തേക്ക് പോകുന്നതിന് അതിന്റെ കയ്യിൽ നിഫാസം പഠിപ്പിക്കാൻ അത് ഞമ്മക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകൾ അകറ്റുകയും ചെയ്യും. എന്നിട്ട് മുഖയ്യമാത്തു സൈഫിയ എന്നും പറഞ്ഞിട്ട് ചില പ്രത്യേക ക്യാമ്പുകൾ, പഠന ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെറ്റ് ടുഗദർ പല പേരും പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ വിളിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഷേഖ് അവറുകളോട് എതിർക്കുന്നത്. അത് പാടില്ല. മായജൂസ് മാദാമ അന്നകും തഅമുറൂന ബിൽ ഖൈർ വതഅലമുന അന്നാസൽ ഖൈർ ഫലിമാദാ തഅതസിലൂൻ വതുഹർരിമുന അന്നാസൽ ഖൈർ. നിങ്ങൾ നല്ലതാണ് പറയുന്നതെങ്കിൽ, ജനങ്ങൾ നല്ലതാണ് പഠിപ്പിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് പള്ളികളെ വിട്ട് നിങ്ങൾ പ്രത്യേക ക്യാമ്പുകളിലേക്ക് പ്രത്യേക ആളുകളെ മാത്രം വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു? കുട്ടികൾ അങ്ങനെയാണ് സൗദിയിൽ ഒരുപാട് ചെറുപ്പക്കാരെ ഒരു വഴിതെറ്റിച്ചത്. മനസ്സിലായില്ലേ? വതുഹർരിമുന അബാക്കും വഇഖ്വാനക്കും വജീറാനക്കും അൽ ഖൈർ. നിങ്ങളെ വാപ്പാരും നിങ്ങളെ സഹോദരങ്ങളും നിങ്ങളെ അയൽവാസികളൊക്കെ ഈ പള്ളിയിൽ വരുന്നില്ലേ, അവർക്ക് എന്തിനാ ഖൈറുകൾ തടയുന്നത്? മാദാമ ഇൻദകും ഖൈറൻ ഇജ്അലുഹു ഫിൽ മസ്ജിദ് ഇൻദ الناس ഔ അന്നഹും യജ്തമിഊന ഫീ ഗുർഫ ഔ മകാൻ യഖൂലുന നതഅല്ലം ഹദാ മാ യജൂസ്. ആദി സിർരിയ. ചില പ്രത്യേക റൂമുകളിലേക്ക് മാത്രം ചില പ്രത്യേക ആളുകൾ മാത്രം വിളിച്ചിട്ട് അവിടെ പ്രത്യേക ക്ലാസ് കൊടുക്കുക, അത് ശരിയല്ല. മാദാമ അന്നഹു ഖൈർ വലൈസ ഫീ ലറർ ഉൻശുറു അല الناس ലാ തഖ്തഫൂന ബി തസ്റുന ഹാദാ അൻസലഹു അല്ലാഹു ലിൽ ജമീ. ദീൻ എല്ലാവർക്കും വേണ്ടി അല്ലാഹ് ഇറക്കിയതാണ്. ഫലിമാദാ തഖ്തസുന ബി അൻതും ദൂന ഇഖ്വാനിക്കും വഹും ബിഹാജത്തിൽ ഹാദാ മിൻ നാഹിയ. കണ്ടോ, ഇതൊരു ഭാഗം. അന്നാഹിയത്തു സാനിയ അന്നക്കും ഇദാ അത്തസൽതും ഫി മകാനിൻ മാ ഫതഹ്തും ബാബൻ മി മകാനിൻ മാ ഫതഹ്തും ബാബൻ ലിസുഇൽ നബിക്കും വതഖ്ഫീഫിൻ നാസ് മിൻകും യഖൂലു മജ്തമ ഇല്ലാ ലിശർരിൻ. നിങ്ങൾ ജനങ്ങളെയൊക്കെ വിട്ട് നിങ്ങൾ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ വാതിൽ തുറക്കലാണ്. ജനങ്ങളെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കാൻ അത് എളുപ്പമാണ്. അവരെന്തോ ഒരു ഷെറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ രഹസ്യ മീറ്റിംഗ് കൂടേണ്ട ആവശ്യമില്ലല്ലോ എന്ന ആളുകൾ പറയാൻ തുടങ്ങും. ഇദാ കാന ശൈഅൻ മുഅലനൻ ബി ഫിൽ മസ്ജിദ് അമാമ الناس ഫാദാ യർഫഉ തുഹ്മ. ജനങ്ങളെ മുമ്പിൽ വെച്ച് പരസ്യമായി പള്ളിയിൽ വെച്ചാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തുഹ്മത്ത്, ആ തെറ്റിദ്ധാരണ ഇല്ലാതായി തീരും. വല്ലാഹു ജല്ല വഅല നഹ അനിൻ നജ്വാ ലഅന്ന النجوى തുഹ്സിൽ മുഅ്മിനീൻ. സ്വകാര്യം പറച്ചിൽ അല്ലാഹ് വിരോധിച്ചിട്ടുണ്ട്, അത് മുഅ്മിനീങ്ങളെ ദുഃഖിപ്പിക്കും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൂന്നാളുണ്ടാവുമ്പോ രണ്ടാൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വകാര്യം പറയാൻ പാടില്ല. അപ്പൊ മൂന്നാമത്തോന് ശക്കുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, രഹസ്യ സ്വഭാവങ്ങള്, രഹസ്യ മീറ്റിങ്ങുകള്, ഗൂഢാലോചനകള്, ദീനിന്റെ പേരിലുള്ള ഗൂഢപ്രവർത്തനങ്ങള്, അതെല്ലാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഫിത്നക്ക് വാതിൽ തുറക്കലാണ്. അതുകൊണ്ട് സലഫികളെ ദഅവത്ത് എപ്പോൾ എന്തായിരിക്കും? ലാഹിറത്തായിരിക്കും, പരസ്യമായതായിരിക്കും. പിന്നെ ജമീഇൻ നാസ്, എല്ലാവർക്കും പൊതുവായതായിരിക്കും. പ്രത്യേകക്കാരെ മാത്രം വിളിച്ചുട്ടിയ പ്രത്യേക ദഅവത്ത് ഉണ്ടാവില്ല. അൽ ഖായിദത്തു സാദിസത അശറ, 16ാമത്തെ ഖായിദ, അന്നഹും യഅതഖിദൂന അന്ന തംകീന ഫിൽ അർള് മിൻഹത്തുൻ മിനല്ലാഹി സുബ്ഹാനഹു വതആല യംനഹുഹാ ലിമൻ ഖാമ ബിമാ ഔജബ അല്ലാഹു അലൈഹി
മിനൽ ഇൽമി നാഫി വൽ അമലി സാലിഹ്. ഭൂമിയിൽ അല്ലാഹു അന്നഹും യഅതഖിദൂന അന്ന തംകീന മക്കന യുമക്കിനു തംകീൻ അന്ന തംകീന ഫിൽ അർള് മിൻഹത്തും മിനല്ലാഹ് അന്ന തംകീന ഫിൽ അർള് മിൻഹത്തും മിനല്ലാഹി സുബ്ഹാനഹു വതആല. എന്താർത്ഥം? ഭൂമിയിൽ അള്ളാഹു സ്വാധീനം നൽകുക എന്നത് അത് നമ്മൾ വിപ്ലവം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കലല്ല, അല്ലേ? പിന്നെയോ അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. ബാക്കി എഴുതിക്കോളൂ. യംനഹുഹ, ആർക്കാണ് അള്ളാഹു നൽകുന്നത്? ലിമൻ ഖാമ ബിമാ ഔജബല്ലാഹു അലൈഹി ബിമാ ഔജബല്ലാഹു അലൈഹി മിനൽ ഇൽമി നാഫിഇ വൽ അമലി സാലിഹ്. നാഫിആയ ഇൽമ്, ഉപകാരപ്രദമായ ശർഈയായ വിജ്ഞാനവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സാലിഹായ അമലുകളും അത് നിർവഹിക്കുന്ന, അതിന് തയ്യാറുള്ള ആളുകൾക്കാണ് അള്ളാഹു എന്ത് ചെയ്യുക? ഭരണവും സ്വാധീനമൊക്കെ നൽകുക. മനസ്സിലായില്ലേ? നമ്മൾ ശരിക്കും ഇൽമു പഠിപ്പിക്കുക, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക, അത് പ്രചരിപ്പിക്കുക, അങ്ങനെ ഒരു കൗമ് ഇവിടെ ഉണ്ടായി വരുമ്പോൾ അള്ളാഹു അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കണത് ഭരണവും സ്വാധീനമൊക്കെ, അല്ലേ? അതിന് തെളിവ് സൂറത്ത് നൂറിൽ 55-ാമത്തെ ആയത്താണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ശൈഖ് അവറുകൾ ആദ്യം എടുത്തു കൊടുത്തതാ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. വഅദല്ലാഹ്, അല്ലാഹു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആർക്ക്? അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്. എഴുതാതെ ഉറങ്ങുകയുള്ളൂ. നിങ്ങൾ എഴുതാത്തോണ്ടാ ഉറങ്ങണേ. കടലാസും പിന്നൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. അല്ല, അയാളെ ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങളറിഞ്ഞ കടലാസിൽ എഴുതിയിരിക്കുന്നത് ആയത്തിന്റെ നമ്പർ എഴുതിക്കുക. ഉറക്കം വരുന്നതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എഴുതുമ്പോൾ ശ്രദ്ധ ഉണ്ടാവും. അള്ളാഹു അവർക്ക് എന്ത് ചെയ്യും? ഇസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും. കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലി, അവരെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും, അവൻ അവർക്കായി തൃപ്തിപ്പെട്ട് നൽകിയ അവരുടെ ദീനിന് അള്ളാഹു സ്വാധീനം നൽകും. കണ്ടോ? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവർക്ക് ഭയത്തിന് ശേഷം അള്ളാഹു നിർഭയത്വം പകരം നൽകും. കണ്ടോ? സ്വാധീനം ലഭിക്കുക, നിർഭയാവസ്ഥ ഉണ്ടാകുക, കണ്ടോ? അധികാരം കിട്ടുക, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക? അള്ളാഹു ഈമാനും അമലുസ്സാലിയും ശരിക്കും ഉണ്ടാകുമ്പോൾ അള്ളാഹു അങ്ങനത്തെ ആളുകൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ, അധികാരം കിട്ടുന്ന സമയത്ത് അവരുടെ സ്വഭാവം എന്തായിരിക്കും? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നവരായിരിക്കും, അവൻ യാതൊന്നും പങ്കു ചേർക്കാത്തവരായിരിക്കും. ഇപ്പോ മെഴുകുതിരി വെട്ടത്തിരുന്ന് ആളുകളെ ജിഹാദിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നവർ ജാറത്തിന് കാവലിക്കാനാ പോണത്, അല്ലേ? അത് ഇസ്ലാമിന്റെ സിമ്പലാണ്. അത് RSS തകർക്കുമ്പോൾ നോക്കി നിൽക്കാൻ പാടില്ല. എങ്ങനെ അള്ളാഹിന്റെ സഹായം കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് തൗഹീദാണ് അള്ളാഹുവിന്റെ സഹായത്തിന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, യോഗ്യത. മനസ്സിലായില്ലേ? ബദറിന് സഹായം കിട്ടിയ എന്തുകൊണ്ടാ? 300 ചില്ലാൻ ആള്, 1000-ഓളം ആളുകൾ വിജയിച്ച എന്തുകൊണ്ടാ? തൗഹീദായിരുന്നു. നമ്മുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈമാനും അമലുസ്സാലിഹുമാണ്. വേറെ സ്ഥലത്ത് ഹജ്ജ്, സൂറത്ത് ഹജ്ജ് 41 പറഞ്ഞു, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി, അവർക്ക് അള്ളാഹു സ്വാധീനം നൽകിയാൽ, ഭൂമിയിൽ അധികാരവും സ്വാധീനമൊക്കെ നൽകിയാൽ, അഖാമുസ്സലാത്ത്, നമസ്കാരം ശരിക്ക് ഇമാമും ജമാഅത്തുമായിട്ട് എല്ലാ സ്ഥലത്തും നിർവഹിക്കും. സൗദിയിലൊക്കെ നിസ്കാര സമയത്ത് ഒരു പീടിയും തുറക്കാൻ പാടില്ല. സ്വല എന്ന് പറയും, എല്ലാവരും അടച്ചോളാം. 5 നേരം പീടി അടക്കേണ്ട ഒരു സ്ഥലം എവിടെ ഉണ്ടാവുള്ളൂ? സൗദി അറേബ്യയിൽ മാത്രം. ഇപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ അയവ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും മുത്തവ്വകൾ എന്ന് പറയുന്ന മതകാര്യ പോലീസിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. 5 നേരം നിസ്കാരം നടക്കുമ്പോൾ ആരും, നമ്മളെ മലബാരികൾ എന്താട്ടെന്നറിയോ, ഷട്ടർ താത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസും കേക്കും. അപ്പൊ ഏറെ പള്ളിയിൽ പോയത് എല്ലാവരും നിസ്കരിക്കണം, അതിനുവേണ്ടിയാ കടയടക്കണത്. മനസ്സിലായില്ലേ? ഇഖാമത്തു സ്വലാത്ത് അതാണ്. 5 നേരവും പള്ളിയിൽ ജമാഅത്തായിട്ട് മുസ്ലിമീങ്ങൾ, ആണുങ്ങൾക്ക് നിർബന്ധമായും ആ ജമാഅത്തിൽ പങ്കെടുക്കണം. വാതൗ സക്കാത്ത്, സക്കാത്ത് കൊടുക്കും. വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത്
ഇപ്പോ സൗദിയിലൊക്കെ ഭരണത്തിൽ ഒരു വകുപ്പിനുണ്ട്, ഹയ്യത്തുൽ അംറി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അംറ് ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം, ഒരു വസാറ, ഒരു മന്ത്രാലയം. അതിൽ കുറെ ഓഫീസുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതിന്റെ ഓഫീസുകൾ, അതിന്റെ മതകാര്യ പോലീസും മറ്റൊക്കെ ഇതേറ്റ് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവിടെ എന്തെല്ലാം ദീനീ കാര്യങ്ങൾ നടക്കുന്നു, എന്ത് ദീനിനെതിരായത് നടക്കുന്നു, അതൊക്കെ അവർക്ക് അറിയും. ഒരു ക്ലാസ് നടക്കുകയാണോ അവരറിയും. അപ്പൊ ഞാൻ കഴിഞ്ഞൂറി പോയപ്പോ എൻ്റെ ഒരു ക്ലാസ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഫോൺ വരികയാണ്. ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ ചില ആളുകൾ ഒറ്റ കൊടുത്തിട്ടേ, ദക്തൂർ സക്കരിയ സലാഹി അല്ലേ, അതെ, അത് ഹൈ ആൻഡ് ഓഫീസിനെ വിളിക്കാണ്, അറബിയിൽ സംസാരിക്കുകയാണ്, നിങ്ങൾ ഹൈ ആൻഡ് ഓഫീസിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് സലാം പറഞ്ഞ്, അപ്പോൾ എന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരാ അവിടുത്തെ, വല്ലാതെ എന്നെ ഇക്രാം ചെയ്തു, എന്നെ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ എൻ്റെ തെസ്കികളൊക്കെ എടുത്തു കൊടുത്ത്, പണ്ഡിതന്മാരെ എനിക്ക് തന്നിട്ടുള്ള ഇയാൾ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അവർ കണ്ടു വായിച്ച മാഷാ അല്ലാഹ് ദുക്തൂറാണ് ഷെയ്ഖ് നാസർ ജമാനെ കുറിച്ച്, അത് വലിയ സന്തോഷമായി. അപ്പോ നിങ്ങളെങ്ങനെ വിളിപ്പിച്ചില്ല, ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. ഒരു കാര്യങ്ങളോട് ചീഫ് സാർ നിങ്ങളോട് നേരിട്ട് ചോദിക്കണമല്ലോ, അതിനു വേണ്ടി വിളിച്ചാ, നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്ന ആളാണ് എന്ന് ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ദർശെടുക്കാൻ പറഞ്ഞാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഫിത്തനയാണല്ലോ, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്. അപ്പൊ ഞാൻ ശരിക്കും വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുത്ത്, മനസ്സിലായില്ലേ. എന്നിട്ട് ഞാൻ അതിന്റെ മുമ്പത്തെ ദിവസം പോയപ്പോ ഈ ഫിത്തന ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് മുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എന്നെ മർക്ക് ദാവീന്നു ഹയ്യെന്നൊക്കെ ആള് വന്നിട്ട് 5-6 പണ്ഡിതന്മാർ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെന്ന് കൊടുത്തു അവർക്ക്. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ നിങ്ങളെ വിളിച്ചേല്. എന്നിട്ട് അപ്പൊ തന്നെ എന്നെ അവിടെ വിതരണം ചെയ്യാൻ കാസറ്റും പുസ്തകമൊക്കെ തന്ന് നിങ്ങൾ പോയി ക്ലാസ്സിൽ തൊളിയറിഞ്ഞ്, മനസ്സിലല്ലേ. അപ്പൊ അവിടെ ദീനീ കാര്യങ്ങൾ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അവരെ മേൽനോട്ട് അവരൊക്കെ അറിയും. പാട്ടും കൂത്തൊക്കെ നടക്കണമൊക്കെ ചിലപ്പോൾ നടക്കണില്ല എന്നൊക്കെ ചോദിക്കും, അതൊക്കെ ശരിയാണ്, അതുകൊണ്ടൊന്നും വലിയ ദോഷമുണ്ടല്ലോ. പക്ഷെ അതേ സമയത്ത് അവിടെ മൗലൂദ് നടക്കുകയെ അല്ലെങ്കിൽ ഒരു സൂഫികളോ വേറെന്തെങ്കിലും നടക്കുകയൊക്കെ ചെയ്ത് അതൊന്നും അവിടെ നടക്കില്ല. ഞാനൊരിക്കൽ ദീനി ഒരു പുസ്തകം ഹജ്ജിന് പോയപ്പോൾ 100 പുസ്തകം കെട്ടായി കൊണ്ടുപോയി. ഗൾഫ് സെലഫി പിന്നെ MI സുല്ലമിക്കുള്ള മറുപടി, സെലഫി ഗൾഫ് സെലഫികളും പിന്നെ എന്താ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ പുസ്തകത്തിന്റെ 100 കോപ്പി. അപ്പൊ അവരോട് പിടിച്ചു വെച്ചു, കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്, പിന്നെ ഖലീജിലുള്ള സെലഫിയത്ത് പിന്തിരിപ്പനാണ്, ഖുറാഫാത്താണെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള മറുപടിയാണ്. അതൊക്കെ ശരിയാ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു കാനൂനുണ്ട്. ദീനീ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇറക്കണമെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉലമാക്കൾ പരിശോധിച്ച ഗ്രന്ഥം മാത്രം ഇവിടെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് നിയമമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു വിരോധമല്ല. ഈ ബുക്ക് ഒന്നും ആവില്ല, ഇവിടെ ഉണ്ടാവും, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടേക്കോളിയാണ്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തരുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് ദീനീ കാര്യങ്ങളിൽ അവിടെയുള്ള ശ്രദ്ധ, അതാണ്. അപ്പൊ അംറും ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ ഭരണമുണ്ടെങ്കിൽ അത് വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ എല്ലാ നന്മകളും ആ നാട്ടിൽ ഉണ്ടാകാനും എല്ലാ തിന്മകളും ആ നാട്ടിൽ തടയാനും ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ഓഫീസും അതിന് ശമ്പളക്കാരും അത് പിടിക്കേണ്ടവനെ പിടിക്കാനും അറസ്റ്റ് ചെയ്യേണ്ടവനെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ. ഇപ്പോൾ ലേഡീസിനായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാവും. ലേഡീസ് മാർക്കറ്റിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ തിരിഞ്ഞളിച്ചാണ്ടല്ലോ പൂവലന്മാര് പൊക്കിക്കൊണ്ടങ്ങ് പോവും, മനസ്സിലല്ലേ. ലേഡീസ് മാർക്കറ്റിനോട് ഇപ്പോൾ ആണുങ്ങൾ ചെല്ലാനേ പാടില്ല എന്നാ. ഇപ്പൊ പുതിയ നിയമമുണ്ട്, ലേഡീസ് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനും പെണ്ണുങ്ങളെ മാത്രമേ പാടുള്ളൂ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ, മനസ്സിലല്ലേ. ബുറൈദ പോലുള്ള സ്ഥലത്തൊക്കെ അത് വളരെ കർശനമായി തന്നെ പണ്ഡിതന്മാർ അവിടുത്തെ പിന്നെ ഹൈ നടപ്പാക്കാറുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ അത് ചില അയവുകൾ വന്നിട്ടുണ്ട്, ഞാനത് നിഷേധിക്കല്ല. ഞാൻ പറഞ്ഞ ആ രൂപത്തിൽ സ്വാധീനം ലഭിച്ചാൽ അവർ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കുന്ന ഇത്രയും വിശാലമായ അർത്ഥത്തിലാണ്. അപ്പോ ഖിലാഫത്തുർ റാഷിദയുടെ അതേ മൻഹജിലാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാമി ഭരണം ഉണ്ടാകേണ്ടത് എന്ന് ഷേഖ് അർവൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണെന്ന് അതിൽ പറഞ്ഞ്. ആർക്കാണ് ആ സമ്മാനം കിട്ടുക? യഥാർത്ഥ ഇൽമ് നമ്മൾ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും യഥാർത്ഥ ഈമാനും അമലു സാലിഹും ഇവിടെ ഉണ്ടാവുകയും വേണം. ഇവിടെ അസ്ബാബ് തംകീനി ഫിൽ അർള്, ഭൂമിയിൽ സ്വാധീനം ലഭിക്കാനുള്ള കാരണങ്ങൾ അൽ ഈമാനു വൽ അമലു സാലിഹ്, ഈമാനും സാലിഹായ അമലുമാണ്. വൽ ഈമാൻ യതളമ്മനുൽ ഇൽമ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഇൽമിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ലാ യുംകിനുൽ ഈമാനു സഹീഹ് ഇല്ലാ ബി ഇൽമിൻ, ഇൽമു കൊണ്ടല്ലാതെ യഥാർത്ഥ ഈമാൻ ഉണ്ടാവുകയില്ല. കേട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇബാദത്തുല്ലാഹി ലാ ശരീക ലഹു, ഭൂമിയിൽ സ്വാധീനം ലഭിക്കാനുള്ള മറ്റൊരു കാരണം അതാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം, അല്ലേ.
അതുകൊണ്ടോ ഖുറാഫികളെയും കൂടി കൂട്ടുപിടിച്ചിട്ടാണ് മൗദൂദി ഭരണം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ഞങ്ങളെ ഭരണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാറം പൊളിക്കുമെന്നോ നേർച്ച മുടക്കുമെന്നോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രകടനപത്രികയിൽ തന്നെ അവർ എഴുതിയിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. മറ്റൊരു കാരണം ഇഖാമത്തുസ് സ്വലാത്ത് ഈതാഉസ് സക്കാത്ത് ഹാദിഹി അസ്ബാബു തംകീൻ ഫിൽ അർദ്. നിസ്കാരം ശരിക്ക് 5 വഖത്തും ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുക, അവിടെ പരസ്യമായിട്ട് സക്കാത്ത് കൃത്യമായി കൊടുക്കുക, ഇതെല്ലാം ഭൂമിയിൽ സ്വാധീനം ലഭിക്കാനുള്ള കാരണങ്ങളാണ്. ഫയജിബു അലൽ മുസ്ലിമീന അൻ യുഹഖിഖു ഹാദിഹിൽ ഉമൂർ ഹത്താ യതഹഖഖ ലഹും വഅദുല്ലാഹ്. അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമായി പുലരണമെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ത് വേണം? അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാക്കണം, അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഫൈദാ നഖസു ശൈഅൻ മിൻ ഹാദിഹിൽ ഉമൂർ നഖസ തംകീൻ. ഈ കാര്യത്തിൽ കുറവ് വന്നാൽ, ന്യൂനതയുണ്ടായാൽ സ്വാധീനം ലഭിക്കുന്നതിലും കുറവുണ്ടാവും. ഔസാല അല്ലെങ്കിൽ ഉള്ള സ്വാധീനം നീങ്ങിപ്പോവുകയും ചെയ്യും. കണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് ഇതിലുള്ള അടിസ്ഥാനം. അല്ലാതെ പിന്നെ അധികാര ശക്തി ഉപയോഗിച്ച് അല്ലെ, മൗദൂദിന്റെ ആളുകൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലെ, സർവ്വസന്നദ്ധതയോടെ എഴുന്നേറ്റ് നിന്ന് അബദ്ധമായ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഭരണവ്യവസ്ഥയെ പൊളിച്ചു മാറ്റി തകർത്തെറിഞ്ഞ് സുബദ്ധമായ അടിത്തറയിൽ അതിനെ സ്ഥാപിക്കുക, എന്നിട്ട് അധികാരദണ്ഡ് പിടിച്ചെടുത്തിട്ട് അതിലൂടെ ഇസ്ലാം നടപ്പിലാക്കുക. അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അത് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താണ്. ഒരു ഖായിദ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അൽ ഖായിദത്തു സാബിഅത അശറ, 17ാമത്തെ ഖായിദ. അന്നഹും യഅ്മുറൂന ബിൽ മഅറൂഫ്, അന്നഹും യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ബിൽ ഇൽമി, ഇൽമു കൊണ്ട്. വരിഫ്ഖി, സൗമ്യമായി. വസ്സബ്രി, സബ്ർ. ബിൽ ഇൽമി വരിഫ്ഖി വസ്സബ്രി ബിഖസ്ദിൽ ഇസ്ലാഹ്, ബിഖസ്ദിൽ ഇസ്ലാഹ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതിന് എന്തൊക്കെ വേണം? ഒന്ന് ഇൽമു വേണം. പിന്നെ നിർവഹിക്കേണ്ടത് വളരെ സൗമ്യമായിട്ടും ക്ഷമയോടുകൂടിയുമായിരിക്കണം. ഉദ്ദേശം എന്തായിരിക്കണം? ഉമ്മത്തിനെ നന്നാക്കി തീർക്കുക എന്നതായിരിക്കണം. ഇതിന് ഒരുപാട് തെളിവുകൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ഒന്ന്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ആലു ഇംറാൻ 104. പിന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഹദീസാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ഒരാൾ ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദി, കൈകൊണ്ട് തടയട്ടെ. ഫഇല്ലം യസ്തതി, അതിന് സാധിക്കാത്ത സന്ദർഭത്തിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട്. ഫഇല്ലം യസ്തതി, അതിനും സാധിക്കാത്ത സന്ദർഭത്തിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട്. വദാലിക അദ്അഫുൽ ഈമാൻ, നാവ് കൊണ്ട് ഹൃദയം കൊണ്ട് വെറുക്കുക എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അതിന്റെ നമ്പർ 7849. മൻ റആ മിൻകും മുൻകറൻ. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്, ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകറ വലാ യുഗയ്യിറൂനഹു ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഒരു തെറ്റായ കാര്യം കണ്ടിട്ട് അവർ അത് മാറ്റാൻ ശ്രമിച്ചില്ല, തടയാൻ ശ്രമിച്ചില്ലെങ്കിൽ അള്ളാഹു അവന്റെ ശിക്ഷ കൊണ്ട് അവരുടെ മേൽ ശിക്ഷ ഇറക്കാറെടുക്കും. കണ്ടോ? പിന്നെ വേറെ 1-2 ആയത്തുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതിനനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. അത് ഇൽമു വേണമെന്നുള്ളതിന്റെ തെളിവ് കൊടുത്തതാ. അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ നടത്തുമ്പോ ഞാൻ ഈ പറയുന്നത് മഅറൂഫ് തന്നെയാണ്, ഖുർആൻ കൊണ്ടും പ്രമാണം കൊണ്ടും അറിയപ്പെട്ട മഅറൂഫാണ്. ഞാൻ ഈ വിരോധിക്കുന്ന മുൻകർ തന്നെയാണ്, പ്രമാണം കൊണ്ട് അറിയണ്ടേ? അല്ലെങ്കിൽ എന്താ നേരെ മനസ്സിലാവും, മഅറൂഫിനെ മുൻകറായും മുൻകറിനെ മഅറൂഫായും. അതുകൊണ്ട് ഇൽമു വേണം. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം, സൂറത്ത് നഹ്ൽ 116. പിന്നെ റിഫ്ഖ് വേണമെന്നാ പറഞ്ഞത്. ഇൽമു വേണം, പിന്നെന്ത് വേണം? റിഫ്ഖ്. ഇന്നല്ലാഹ തആല റഫീഖുൻ, അല്ലാഹു സൗമ്യനാണ്. യുഹിബ്ബു റിഫ്ഖ, അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു.
പരുഷതയെ, പരുക്കൻ സ്വഭാവത്തെ ഇഷ്ടപ്പെടും. പാരുഷ്യത്തിന് നൽകാത്തത് അള്ളാഹു അതിന് നൽകും. ലുക്മാൻ അലൈഹി സ്വലാം സ്വന്തം മകന് നൽകിയ ഉപദേശം അതാണ് അംർ ബിൽ മഅറൂഫ് നഹ്യ് അനിൽ മുൻകർ സബ്ർ വേണമെന്ന് തെളിവ് കൊടുത്തിട്ടുള്ളത്. വഅ്മുർ ബിൽ മഅറൂഫ്, കുഞ്ഞുമോനെ നീ നന്മ കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, മുൻകർ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാൻ ഇറങ്ങിയ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പതറാൻ പാടില്ല, അക്ഷമ കാണിക്കാൻ പാടില്ല. എന്ത് വേണം? വസ്ബിർ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പിന്നെ പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞാണല്ലോ സബർ വേണമെന്ന്, അല്ലേ? പരിഹാസം ഉണ്ടാവും. ആ പരിഹാസം മുഹമ്മദ് നിനക്ക് മാത്രം ഉണ്ടായതല്ല, നിന്റെ മുമ്പുള്ളവർക്കും ഉണ്ടായിട്ടുള്ളതാണ് എന്നൊക്കെ കൃത്യമായി തന്നെ എടുത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ശൈഖ് അവറുകള് വളരെ വാചാലമായി പേജുകൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും അത്രമാത്രം ഒരു ഡീപ്പായി തർക്കത്തിലുള്ളൊരു വിഷയമല്ലാത്തതുകൊണ്ടും സമാഹത്ത് ഷെയ്ഖ് സാലിഹ് ഫൗസാന്റെ ചില വാചകങ്ങൾ മാത്രം വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. വഹാദിഹിൽ ഖാഇദത്തു മിൻ ഉസൂലി അഹ്ലുസുന്ന വൽ ജമാഅ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അത് ഇൽമോടുകൂടിയും റിഫ്ഖോടുകൂടിയും സബറോടുകൂടിയും വേണം എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അസ്ലിൽ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. വയൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വൽ മുറാദ് ബിൽ മഅറൂഫ്, മഅറൂഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കുല്ലു താഅത്തിൻ, എല്ലാ പുണ്യകർമ്മങ്ങളുമാണ്. വൽ മുറാദ് ബിൽ മുൻകർ, മുൻകർ കൊണ്ടുള്ള ഉദ്ദേശം കുല്ലു മഅസിയ, താഅത്തിനെതിരായ അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളാണ്. കുല്ലു താഅത്തിൻ മശ്റൂഅ, ശറഇൽ അംഗീകരിക്കപ്പെട്ട എല്ലാ പുണ്യകർമ്മങ്ങളും ഫഹിയ മഅറൂഫ്, അത് മഅറൂഫാണ്. ലിഅന്നൽ ഉഖൂല തഅരിഫുഹാ വൽ ഫിത്റു തഖ്ബലുഹാ, മനുഷ്യന്റെ ഹൃദയങ്ങൾ അത് അറിയും, മനുഷ്യന്റെ പ്രകൃതി അത് സ്വീകരിക്കും. അമ്മൽ മുൻകർ ഫഹുവ കുല്ലു മാ നഹല്ലാഹു അൻഹു, അല്ലാഹ് വിരോധിച്ച എല്ലാം മുൻകറാണ്. കുല്ലു മഅസിയ ലിഅന്നൽ ഫിത്റ വൽ ഉഖൂല തുൻകിറുഹാ വലാ തഖ്ബലുഹാ, മനുഷ്യന്റെ പ്രകൃതിയും ബുദ്ധിയും അത് തള്ളിക്കളയുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ ഉഖൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉഖൂലു സലീമ വൽ ഫിത്റു സലീമ, അന്യൂനമായ ബുദ്ധി, തകരാറില്ലാത്ത ബുദ്ധി, തകരാറില്ലാത്ത പ്രകൃതി എന്നല്ല. അൽ ഫിത്റുൽ മുൻഹരിഫ അവൽ ഉഖൂലുൽ മുൻഹരിഫ. ഇവിടെ ശൈഖ് അവറുകള് ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി തന്നെ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, തൗബ 71-ാമത്തെ ആയത്ത്. എന്നിട്ട് ശൈഖ് അവറുകള് പറയാണ് ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ചാണ് ഇത് നിർവഹിക്കേണ്ടത്, അല്ലേ? കഴിയാത്ത കാര്യം അല്ലാഹ് കൽപ്പിക്കുമല്ലോ. അപ്പൊ ശക്തി ഉപയോഗിച്ച് തടയാൻ കഴിയുന്നവൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ, അയാൾക്ക് ഭരണാധികാരം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അത് ഭരണം ഉപയോഗിച്ച് തന്നെ തന്റെ ഭരണപ്രദേശത്തുള്ള തെറ്റുകളെ അയാൾ തടയുക തന്നെ വേണം. ഒരു വീട്ടുകാരൻ വസാഹിബിൽ ബൈത്തിലെ അലാ ബൈത്തി, വീട്ടുകാരന് തന്റെ വീട്ടിൽ അധികാരമുണ്ട്. അപ്പൊ തന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? തെറ്റുകൾ നടക്കുന്നതിന് അയാൾ ശക്തി ഉപയോഗിച്ച് തന്നെ തടയണം. അതാണ് കുട്ടികളോട് 7 വയസ്സായി നിസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? അടിക്കണം. കുട്ടിയെ അടിക്കാനുള്ള അധികാരം ബാപ്പാക്കുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഭർത്താവിന് ഭാര്യയുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഉപദേശിക്കണം, കടപ്പറയിൽ അവരെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞെന്താ? അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നിസാ 34. കാരണം അധികാരമുള്ളതാണ്. അപ്പൊ അധികാരമുള്ളവർ അധികാരം ഉപയോഗിച്ച് തന്നെ തടയ്ക്കണം. എന്നാൽ അധികാരം ഉപയോഗിക്കാൻ കഴിയാത്ത സന്ദർഭത്തിലാണെങ്കിലോ അവിടെ ഹറാമും ഹലാലും വിവരിച്ചു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സംഗതി എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ വീട്ടിലുള്ള മാതിരി അധികാരം അയൽവക്കക്കാരന്റെ വീട്ടിൽ നമുക്ക് ഉണ്ടാവുമോ? അല്ല, ഓനോട് പോയിട്ട് ഉപദേശിക്കാനേ പറ്റുള്ളൂ. നമ്മളെ അയൽവാസി ആയതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഈ മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കാരല്ല, ഒന്നുമില്ല, എപ്പോഴും ഈ സിനിമയും നിങ്ങളെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഇറങ്ങിപ്പോണ്, വളരെ മോശമായിട്ടല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? നമുക്ക് ഉപദേശിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. മനസ്സിലല്ലേ? ഓരോ പൊതു സദസ്സുകൾ കിട്ടുമ്പോൾ പൊതുവായിട്ട് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോൾ പേരെടുത്ത് പറയാതെ തന്നെ മാബാലു അഖ്വാമി യഫ്അലൂന കദ, ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ശൈലിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയാണ് ആ ശൈലി. അതുപോലെ തന്നെ നാവ് കൊണ്ടും എതിർക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിലോ ഹൃദയം കൊണ്ട് വെറുക്കണം. ഒരിക്കലും ഒരു തിന്മയോട് നമ്മൾ പൊരുത്തപ്പെടാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ കണ്ടില്ലെന്ന് നടിക്കാനോ അതിന് മാപ്പ് സാക്ഷിയായി നിന്നു കൊടുക്കാനോ പാടില്ല. അതിനോട് വെറുക്കുകയും നമുക്ക് തടയാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുകയും അകന്നു നിൽക്കുകയും വേണം. മനസ്സിലായില്ലേ? കാരണം മുൻകറിനെ ഇൻകാർ ചെയ്യാന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് ഇല്ലാതാവില്ല. നമ്മളെ ഈമാനിന്റെ ദുർബലമായ അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ അള്ളാഹു അറിയും നമുക്ക് ഈ മുൻകറിനോട് വെറുപ്പുണ്ടോ ഇല്ലേ.
ഞാനവിടെ ഇങ്ങനെ നിന്നു, പക്ഷെ എനിക്കതിനോട് ഇഷ്ടമൊന്നുമില്ല, എന്നാലും അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മാറി നിൽക്കണം, ഹൃദയം കൊണ്ട് വെറുക്കണം, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതാണ് ഷെയ്ഖ് അവറുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകറിന്റെ മൻഹജ് വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, നന്മ കൽപ്പിക്കുന്നവനും തിന്മ വിരോധിക്കുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകണം. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത എന്തിനാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്? സൂറത്ത് സഫിൽ. പിന്നെ അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസക്കും, ജനങ്ങളോട് നിങ്ങൾ പുണ്യം കൽപ്പിക്കുന്നു, നിങ്ങളെ കാര്യം നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു. സൂറത്തുൽ ബഖറ 44. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഒന്നാമത്തെ ഷർത്തായിട്ട് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് അൻ യുഖ്ലിസ നിയ്യത ലില്ലാഹ്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതുകൊണ്ട് സതുദ്ദേശമാകണം ഉണ്ടാകേണ്ടത്. തനിക്കൊരു നേതൃത്വം കിട്ടണം, സമ്പത്ത് കിട്ടണം, ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ പ്രശംസിക്കണം, ഞാനൊരു നല്ല ഒരു ഉപദേശിയാണ് എന്ന ആളുകൾ അറിയണം. ആ രൂപത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദുന്യവിയായ മറ്റ് ലാഭങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. നിയ്യത്ത് ശരിയാണ്, ഇഖ്ലാസ് വേണം. മൂന്നാമത്തേത് അന്യകൂല ഖസ്ദു ഇന്തിസാർ അൽ ഹഖ്, സത്യത്തെ സഹായിക്കലായിരിക്കണം അയാളുടെ ഉദ്ദേശം. ലാ ഇന്തിസാസി, തനിക്ക് വേണ്ടി വാദിക്കലോ തന്നെ സഹായിക്കലോ ആകരുത്. നശ്റുൽ ഖൈർ, നന്മ പ്രചരിപ്പിക്കുക. നഫ്ഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുക. ഒരിക്കൽ തനിക്ക് വേണ്ടി പ്രതിരോധിക്കുക എന്നത് ആകാൻ പാടില്ല. അതും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ഷമ വേണമെന്നതിന് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹഖാണ് അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകറും. വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അംറുൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകറും ശരിയാകണമെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരിക്കലും അംറു ബിൽ മഅറൂഫ് കൊണ്ട് അല്ലെങ്കിൽ നഹ്യു അനിൽ മുൻകർ കൊണ്ട് ഒരു പ്രതികരണം കാണുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. നമ്മളെത്ര പറഞ്ഞിട്ടെന്താ, ആ മൂരികളോട് ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത്. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെ, 950 കൊല്ലാണ് ആരും ദഅവത്തെത്തിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹിനെ വിട്ട് ഓടീനെ അള്ളാഹ് എതിർക്കുക ചെയ്തിട്ടുള്ളത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉത്തരവാദിത്വം തീർന്നു. അല്ലെ, റസൂലുമാർക്ക് പോലും എന്തേ ഉത്തരവാദിത്തമുള്ളൂ? ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഉത്ബോധനം നടത്താൻ മാത്രം, അധികാരം ചെലുത്തേണ്ടതില്ല. വമാ അലാ റസൂലിന ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിച്ചു കൊടുക്കൽ മാത്രമേ നമ്മുടെ കടമയുള്ളൂ. അല്ലേ, നമുക്ക് റബ്ബിന്റെ അടുത്ത് പറയാം, പഠിച്ചവനെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, നമ്മൾ ഉത്തരവാദിത്തം തീർന്നു. റിസൾട്ടിനെ പറ്റി നമ്മൾ വേവലാതിപ്പെടരുത്. റിസൾട്ട് ഉണ്ടാക്കുന്നവൻ ആരാ? അള്ളാഹു ആണ്. അള്ളാഹു റിസൾട്ട് ഉണ്ടാക്കും. അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹു അതിന്റെ റിസൾട്ട് കൊണ്ടുവരും ഭാവിയിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫിന്ന് എറിഞ്ഞാട്ടി. തായിഫിലേക്ക് പോയതന്നെ മക്കക്കാർ നബിയെ പുറത്താക്കി പ്രയാസപ്പെടുത്തിയതുകൊണ്ടാ, കുടുംബക്കാരെ സഹായിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോഴാണ് പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മലക്ക് ഉയരുകയാണ്, പർവ്വതങ്ങളുടെ ചുമതലയുള്ള ചാർജുള്ള മലക്ക്, ഈ പർവ്വതങ്ങളെ മക്കക്കാരെ മേലെ ഞാൻ മറിച്ചിടട്ടെ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് അല്ലേ? അല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അല്ല അഹ്ലി മക്ക അല്ലദീന അഖ്റജൂഹു വലായഖു, പ്രയാസപ്പെടുത്തിയ മക്കക്കാരുടെ മേൽ ഞാൻ മറിച്ചിടട്ടെ. നബി എന്താ പറഞ്ഞത്? വേണ്ട. ലഅല്ലല്ലാഹ യുഖ്റിജു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദു ലാ യുശ്രികു ബിഹി ശൈഅ, അവരെ പിന്നെ മുതുകിൽ നിന്ന് അള്ളാഹു വരുന്ന തലമുറയെങ്കിലും അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ഒരു തലമുറയെ കൊണ്ടുവന്നേക്കാം. അപ്പൊ റസൂൽ ഒരു നിരാശയില്ല, ഇത്തലമുറ നന്നായില്ലെങ്കിലും ഇവരെ നന്നായിട്ട് നശിപ്പിച്ചാൽ അടുത്ത തലമുറ ഉണ്ടാവണം കൂടി ഇല്ലാതാവുമല്ലോ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അംറു ബിൽ മഅറൂഫും നഹ്യു അനിൽ മുൻകറും ഉണ്ടാകേണ്ട ഒരുപാട് കാര്യങ്ങൾ, വിഷയത്തിലുള്ള ഒരുപാട് തത്വങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിന്മകളോട് വെറുപ്പും അറപ്പും ഉണ്ടാകണം. ഇന്ന് പൊതുവെ തിന്മകളുടെ ആധിക്യം കാരണം തിന്മകളോട് നമുക്ക് വെറുപ്പും അറപ്പില്ലാതായി കൊണ്ടിരിക്കുകയാണ്. ആരാ അതൊക്കെ ചെയ്യാത്തത്? അവൻ ചെയ്യല്ലേ, മറ്റവൻ ചെയ്യല്ലേ, മൗലവി ചെയ്യണല്ലേ, ആജി ചെയ്യണല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും ഇനി പറയാക്കാ നല്ല. അങ്ങനത്തെ ഒരു നിരാശ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. തിന്മ എല്ലാവരും ചെയ്താലും തിന്മ തന്നെയാണ്. തിന്മയും നന്മയും ഒരിക്കലും സമാവില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ഖബീസിന്റെ ആധിക്യത്തിനായി അത്ഭുതപ്പെടുത്തിയാലും ശരിയെന്ന ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തിന്മകളുടെ ആധിക്യം ഉണ്ടാകുമ്പോൾ നന്മയുടെ പ്രചാരകർ ഒരിക്കലും നിരാശപ്പെട്ടുകൂടാ. നമ്മൾ ഇരുട്ടിനെ പഴിക്കുന്നതിന് പകരം ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കണം എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. എന്നതുപോലെ നമ്മൾ തിന്മകളെ ശപിച്ചിട്ട് കാര്യമില്ല. നന്മയുടെ ഒരു വെളിച്ചം ചെറുതെങ്കിലും
അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, നിരാശ പാടില്ല. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് മറ്റ് ഖായിദകളിൽ ഏത് ക്ലാസ് എവിടെയാണ് നടക്കുന്നത് ബാക്കി അവിടെ എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം സലഫിയത്തിന്റെ മൻഹജു സലഫ്, തർബിയത്തിലും ഇസ്ലാഹിലും സലഫുകളുടെ മാർഗരീതികൾ വിവരിക്കുന്ന ഈ ഗ്രന്ഥം ബാക്കിയും പഠിപ്പിക്കാനുള്ള തൗഫീഖ്, പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അറിയാത്ത തൊന്നുവ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഈ സമസ്തയെ നമസ്കാരത്തിൽ തുടരാൻ പറ്റുമോ? അവർ മംഗലാപുരം വാദപ്രത്തിൽ ഇഹ്ദിന സിറാത്ത എന്ന ആയത്തിൽ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ ഇബ്രാഹിം വളാഞ്ചേരി. അല്ലെങ്കിൽ തന്നെ തുടരാൻ പറ്റില്ല. ഇനിയിപ്പോൾ ദുർവ്യാഖ്യാനിച്ചോളന്നില്ല. പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് വാദിക്കുകയും അതിനുവേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്ന തനിച്ച മുബ്തദീകളാണ്. അത്തരം ആളുകളെ തുടരാനേ പാടില്ല. ജിന്നുവർഗം ദൃശ്യസൃഷ്ടിയാണോ അതല്ല അദൃശ്യ സൃഷ്ടിയാണോ? ഈ ദൃശ്യം അദൃശ്യം എന്ന വാക്ക് കണ്ണുകൊണ്ട് കാണുന്നത് എന്ന അർത്ഥത്തിലാണെങ്കിൽ അവർ അദൃശ്യ സൃഷ്ടികളാണ്. പക്ഷെ ഗൈബിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ചുള്ള അറിവ് അദൃശ്യമാണ്, ഗൈബിയാണ്. അത് നമുക്ക് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മറ്റോ മനസ്സിലാക്കാൻ കഴിയുന്ന അല്ല. അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ജിന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. അദൃശ്യമായിരിക്കെ ജിന്നോട് സഹായം തരാൻ അനുവദനീയമാണോ? ജിന്നോട് സഹായം തരാൻ അനുവദനീയമല്ലോ. ആരവിടെ അനുവദനീയെന്ന് പറഞ്ഞ്? ഒരു കാര്യത്തിലും ഒരു ജിന്നിനോടും ഒരു സഹായം തേടാൻ പാടില്ല. മനസ്സിലായില്ലേ? ഭൗതിക കാര്യത്തിനും ചോദിക്കാൻ പാടില്ല, അഭൗതിക കാര്യത്തിനും ചോദിക്കാൻ പാടില്ല. അഭൗതിക കാര്യങ്ങൾക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ശിർക്കായി. ഭൗതിക കാര്യത്തിൽ ചോദിക്കാൻ അത് ശിർക്കിലേക്കുള്ള വസീലയുമായി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ സഹായം തെളിവുണ്ടോ? ഒരു സഹായമില്ല. നിങ്ങൾ ജിന്നോട് സഹായത്തിന് അനുവദനീയമെന്ന് വല്ലപ്പോഴും ജനമധ്യേ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടേ ഇല്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഒരു ജിന്നിനോട് ഒരു സഹായം തരാൻ പാടില്ല എന്നാണ് നമ്മൾ എന്നും പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ ശിർക്ക് അല്ലെങ്കിൽ വസീലത്ത് ശിർക്ക്. അത് താഴെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഭൗതികമായ കാര്യങ്ങൾ അതങ്ങെടുത്തോ അതങ്ങോട്ട് വെച്ചോ എന്നൊക്കെ ജിന്നോട് പറയുകയാണെങ്കിൽ അത് ശിർക്കിലേക്കുള്ള മാർഗമായി പോകുന്നു, പേടിക്കണം എന്നാ ആര് പറഞ്ഞിട്ടുള്ളത്? സലഫി ഉലമാക്കൾ. കാരണം ആദ്യം അങ്ങനെയൊക്കെ ചോദിക്കും, പിന്നെ മറ്റു കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ അതിൽ തന്നെ അടക്കണം. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ജമാഅത്തിനെത്തിയില്ല എന്തുകൊണ്ട്? ഞാൻ യാത്രക്കാരനാണ്. 3, 2, 5 ഇവിടെ റൂമിൽ വെച്ച് നിസ്കരിക്കുകയാണ് ചെയ്തത്. എനിക്ക് അവിടെ വന്നാൽ 4 റക്അത്ത് തുടരണമല്ലോ. എനിക്ക് ജമാഅത്ത് തുടർന്നാൽ എനിക്ക് ഖസറാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിസ്കരിച്ചു. ഇത്രയുമാണ്. ഇത് കഴിഞ്ഞ ഞാൻ നിസ്കരിച്ചപ്പോൾ ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. യാത്രക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഞാൻ 3 റക്അത്ത് മഗ്രിബും 2 റക്അത്ത് ഇശാവും ഇവിടെ വെച്ച് റൂമിൽ വെച്ച് നിസ്കരിക്കുക ചെയ്തത്. വേണമെങ്കിൽ ജമാഅത്ത് പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അതിന്റെ ഹുക്മ. ഏതായിരുന്നാലും ദീന് പഠിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാകണം. ദീന് പഠിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ഗൗരവമുള്ള കാര്യമായിട്ട് കാണണം. സീരിയസ് ആയിട്ട് ദീന് പഠിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കില്ല. എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ കേട്ടു, ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കും. ഒരു കാസറ്റ് ഇങ്ങനെ അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് അറിയാം. എന്ത് കേട്ടിന്? അപ്പൊ ഒന്നുണ്ടാക്കി ശൈത്താൻ എന്നൊക്കെ രക്ഷ തേടി ഒന്ന് ഇരുന്ന് കേട്ട് പഠിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിആയ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നാഫി അല്ലാത്ത ഒരുപാട് ഇൽമ് ലോകത്തുണ്ട്. അതിന് രക്ഷ തേടും വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. പടച്ചവനെ, നാഫി അല്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സുബഹിക്ക് ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ത്? നാഫിആയ ഇൽമ്, ജീവിതത്തിൽ അമലാക്കുന്ന ഇൽമിനാ നാഫിആയ ഇൽമ് എന്ന് പറയാം. മനസ്സിലായില്ലേ? നാഫിആയ ഇൽമ്. പിന്നെ വരിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപജീവനം, ഹറാമ് കലരാത്ത ഹലാലായ ഉപജീവന മാർഗം. പിന്നെ വഅമലൻ മുതഖബ്ബല, കുറെ അമല് ചെയ്യും, പക്ഷെ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ? അപ്പൊ സ്വീകാര്യമായ അമല്, നല്ല നിയ്യത്തോടെ ഇഖ്ലാസോട് കൂടി റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യുന്ന അമല്. 3 കാര്യം പ്രധാനപ്പെട്ടതാ. അതൊന്ന് പറയാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അത് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ
വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. എന്താർത്ഥം? അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നും, ഖുശൂ ഇല്ലാത്ത ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, മതിവരാത്ത മനസ്സിൽ നിന്നും, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റബ്ബി സിദ്നി ഇൽമാ. റബ്ബി സിദ്നി ഇൽമാ എന്ന് കോട്ട വിട്ട് ഉറങ്ങല്ല, കിതാബ് എടുത്ത് വായിക്കുക, ദർസുകൾ കേൾക്കുക, അറിയാത്തത് അറിവില്ലോട് ചോദിക്കുക, എന്നാലേ ഇൽമുണ്ടാവുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് തലേക്ക് കയറൊന്നുമില്ല. മനസ്സിലായില്ലേ? ദുആ ചെയ്താൽ മാത്രം പോരാ, ദുആക്കനുസരിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അള്ളാഹു ഇൽമും അമലുമുള്ള യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.